വണ്ടിയിൽ വേറെ ഒന്നുമില്ല, ചെയ്യാനില്ല, റെഡ് ഓക്കെയാണ്. ഓക്കെ റൂം ഇടാം. സ്റ്റാർട്ടിൽ ഓൺലൈൻ ഗെയിം. എടാ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ഞാൻ മറന്നു. എടാ അത് എപ്പോഴും ഞാൻ മറക്കണ്ട, ഉള്ള പറയാമല്ലോ. ഇത് എന്ത് ലൊട്ടേന്നാണ്. ഞാൻ നാളെങ്കിലും ശ്രദ്ധിച്ച് ചെയ്യണം. നീ ഇടണമെന്ന് പറഞ്ഞു ഇരുന്നേണ്, മറന്നുപോയി. ആ കാര്യം മാത്രം എപ്പോഴും വിട്ടുപോണ്. എടാ എൻ്റെ റൂം ID കണ്ടല്ല, റൂം ID SJ011660, സെർവർ ഇന്ത്യ, പാസ്വേഡ് 77747. മനസ്സിലായില്ലേ? ഓക്കെ റൂം ഇടാൻ പോവാണ്. ട്രോപ്പിക് വേണോ? സിറ്റി മതി. സിറ്റി എപ്പോഴും നമ്മൾ ട്രോപ്പിക്കല്ലേ വേണം. തൽക്കാലം സിറ്റി. റൂം എടുത്തുകൊണ്ട് നിങ്ങൾ വരാൻ ഉള്ളവരെല്ലാം വന്നോ, നമുക്ക് നോക്കാം. ഇവിടെ ചെറിയൊരു ബഗിൻ്റെ ഇതുണ്ട്. കാര്യം ഗ്രാഫിക്സ് സെറ്റ് ആയിക്കോട്ടെ. അത് ഇത്ര ഗുഡ് മതി. ഗുഡിൽ ഇതല്ല, ഇത് ഇത്രയും അതാണ്. ഇപ്പോഴാണൊരു സെറ്റായത്. ഇല്ലെങ്കിൽ ലൈവ് ഇന്നുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ലൊട്ട. ഇല്ലെങ്കിൽ ഇത്തിരി സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റണേ. ലൈവ് ഇന്നുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഇതുള്ളതാണ്. ഓക്കെ എടാ നിൽക്കേ ലൈവ് ഗ്രാഫിക്സ് മാറ്റുമ്പോൾ എന്തായാലും ലൊട്ട പോലെ. നോക്കട്ടെ, എന്തായാലും വണ്ടി നിറങ്ങട്ടെ ആദ്യം. എടാ ഒരു ഗ്രാഫിക്സ് കുറച്ചാലും ലാഗുണ്ട് കേട്ടോ. ചെറിയ ഉള്ള പറയാമല്ല. ഇത് ഇങ്ങനെ നോക്കട്ടെ. ഇപ്പം എന്തായാലും ഓക്കെ, കുഴപ്പമില്ല. എടാ എന്തായാലും നിങ്ങളെല്ലാം കയറി ആരെങ്കിലും കയറിയാ? 2 പേരുണ്ടെന്നാണ് ഇങ്ങനെ. സെനോക്സ് എടാ ഇന്നത്തെ ലൈവിൽ റൂം ഇട്ടപ്പോൾ ഫസ്റ്റ് കയറിയത് സെനോക്സ് ആണേ. സെനോക്സേ ഓക്കെ, സെനോക്സ് ലൈവ് ആണോ? ഓക്കെ എന്തായാലും വാ. വണ്ടി അങ്ങോട്ട് മാറ്റി നിർത്താം ഒരു സെക്കൻഡ്. എടാ 3 പേരാ? എത്ര പേര്? കാർലോസ് വന്നല്ലേ? കാർലോസ് എന്തല്ല വാ. എടാ ബുഗാട്ടിയും കൊണ്ടുവന്നു, അത് കൊള്ളാം കേട്ടാ. ഞാൻ ബുഗാട്ടി വന്നപ്പോൾ എടാ ഇതേപോലെ റെഡാക്കാൻ എനിക്ക് പറ്റിയില്ലടാ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എനിക്ക് മോഡിഫിക്കേഷൻ കുറച്ച് പഠിക്കാനുണ്ടാ. പഠിച്ച സെറ്റാക്കാന്നേ ഉള്ളു. പക്ഷേ എനിക്ക് മോഡിഫിക്കേഷൻ ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ഇതാണ്. സെറ്റാക്കാം. സെനോക്സ് വന്നിട്ടുണ്ട്, കാർലോസ് വന്നിട്ടുണ്ട്. 1000. എടാ അവൻ്റെ വണ്ടി 1000 HP, എൻ്റെ വണ്ടി 1000 HP. ഓക്കെ കാർലോസ് പോയാ? പ്ലീസ് സിറ്റ് ഇൻസൈഡ് ഒരു കാർ. എന്ത് സിറ്റ് ഇൻസൈഡ് ഒരു കാർ? എടാ എന്തെങ്ങനെ കാണിക്കണം ഇടയ്ക്കിടയ്ക്ക്? പ്ലീസ് സിറ്റ് ഇൻസൈഡ് ഒരു കാർ ഇടയ്ക്ക് ലൈവിൽ അങ്ങനെ കാണിച്ചായിരുന്നു. എനിക്ക് പിന്നെ ഇറങ്ങാം. ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ എടുത്തിട്ട് ചാറ്റ് നോക്കാം. ഒരു സെക്കൻഡ്. എടാ നോട്ടിഫിക്കേഷൻ വരുന്നില്ല അഭിലാഷ്. എടാ നോട്ടിഫിക്കേഷൻ വരുന്നില്ലെന്നാ. എടാ നീ എന്ത് ഞാൻ പറയട്ടെ. മുമ്പൊക്കെ എൻ്റെ ലൈവ് കാണാൻ പോലും ആളില്ലായിരുന്നു. ഇപ്പം ലൈവ് കാണാൻ വന്നിട്ട് ചാറ്റിൽ വരെ വന്ന് പറയണം ബ്രോ നോട്ടിഫിക്കേഷൻ. എന്നുവെച്ചാൽ അത്രയ്ക്ക് നമ്മൾ ഇത്തിരി കൂടെയൊക്കെ വളർന്നല്ലേ. അത് കൊള്ളാമല്ലേ ബ്രോ? അറിയോ കേൾവിസ് അടുപ്പില്ല. നിന്നെ അറിഞ്ഞൂടെ? നീ അന്ന് ലൈവ് വന്നതല്ലേ? നിന്നെയാണ് ഞാൻ അറിയടാ. ഞാൻ മറന്നിട്ടൊന്നുമില്ല. കേൾവിസാടെ നീ റൂമിൽ കയറിയായിരുന്നില്ല? നീ റൂമിൽ കയറാം. എടാ നിങ്ങൾ റൂമിൽ കയറുമ്പം ഈ ചാറ്റുള്ള പേരൊന്നും ആയിരിക്കില്ല റൂമിൽ വരുമ്പം. അതാണ് ചെറിയ കൺഫ്യൂഷൻ ആവണം. എടാ ഹൈഡ് ചെയ്യുക ലൊട്ട. ഞാൻ ഉള്ള പറയാമല്ല. എടാ സെനോക്സ് അനങ്ങായിക്കട്ടെ, 2 ഫോട്ടോ എടുക്കാം നമുക്ക്. എടാ എനിക്ക് എൻ്റെ വണ്ടി എനിക്ക് ചുമപ്പാക്കണം. എൻ്റെ വണ്ടിയുടെ കളർ കണ്ട ഇങ്ങനെ ഇരിക്കണ. അതെന്താടാ എൻ്റെ വണ്ടി ഇങ്ങനെ ചുവപ്പായിരിക്കാത്ത? അതെന്താണെന്ന് എനിക്ക് നോക്കണം കേട്ടാ. കാര്യം പറയാമല്ല. 10 വ്യൂസാ മുത്തേ, 10 വ്യൂസാ. ഉള്ള പറയാമല്ല കാര്യമായിട്ടാ. 10 പേർക്ക് എൻ്റെ ലൈവ് കാണാൻ നയിക്കണ. ഷെടേ നമ്മൾ ഒരു വ്യൂവിൽ കിടന്നതല്ലേടാ നമ്മൾ. ഗോകുൽ ഞാനാണ്. ഓക്കെ ഗോകുലേ ഓക്കെ ആണെച്ചാൽ നിങ്ങൾ ഇവിടെ ഈ ടൈപ്പ് ചെയ്യുമ്പോഴുള്ള പേരല്ലടാ ഈ റൂമിൽ വരുമ്പോൾ വ്യത്യാസമില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ കൺഫ്യൂഷനേ ഉള്ളൂ. ഞാനാണ് കാർലോസ്. മഷൂദ്. എടാ മഷൂദേ. ഓക്കെ മഷൂദേ. എനിക്ക് 2 അക്കൗണ്ടാടാ. ഇന്നലെ നീ വേറെ മഷൂദ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വന്നായിരുന്നല്ലേ? ഓക്കെ എന്തായാലും നമുക്ക് 2-3 ഫോട്ടോ എടുക്കടാ. അത് തന്നെ BM അല്ല BMW എന്ന് മാറിപ്പോയി. ബുഗാട്ടി ബോയ്സ്. എടാ എൻ്റെ ലുക്ക് നിങ്ങൾ കോപ്പി എടുത്തുകൊണ്ട് വരല്ലേ? എൻ്റെ ഈ ഉടുപ്പ് നിങ്ങൾ ആരും ഇട്ടുകൊണ്ട് വരല്ലേ? ഈ ഒരു ഫുൾ ലുക്ക് ആരും എടുത്തുകൊണ്ട് വരല്ലേ? ഞാൻ മിക്കവാറും അതിൻ്റെ ഓഫീഷ്യൽ ലുക്ക് ആക്കടാ. കാര്യം പറയാലോ. എടാ നീ ഇപ്പോൾ വരാം. എനിക്കിത് കളർ ഇങ്ങനെ ഒന്നും നോക്കിയിട്ട് വരാം. ഞാൻ ഇപ്പോൾ വരാടാ. ഇപ്പോൾ വരാം.
ബ്രോ എക്സ്ചേഞ്ച് ചെയ്യട്ടെ. അന്ന് വേണ്ടേടാ എക്സ്ചേഞ്ച് ചെയ്യുമല്ലോ, കാര്യം പറഞ്ഞാൽ ഞാൻ സ്വന്തം പൈസയ്ക്ക് ഒരു ഇത് എടുത്തല്ലേ, അതുകൊണ്ട് എക്സ്ചേഞ്ച് ഇല്ലടാ. നമുക്ക് വേറെ എവിടേക്ക് വേണം എക്സ്ചേഞ്ച് നോക്കാം. ഇപ്പോൾ തൽക്കാലത്ത് എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യണ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുമല്ലോ. എടാ ഞാൻ കളർ നോക്കട്ടെ. ഈ കളറിൻ്റെ കാര്യം നിങ്ങളൊന്ന് പറയണേ. എനിക്കിത് എങ്ങനെ കറക്റ്റ് ആവാൻ കണ്ട കറക്റ്റ് ചോപ്പായി കൊണ്ടുവന്നത്. എനിക്കിത് കറക്റ്റ് ചോപ്പാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ കിട്ടണില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ അത് കറക്റ്റ് ചോപ്പാക്കിയാൽ എനിക്ക് കളർ ഇത് നോക്കട്ടെ ഉള്ള പറയാമല്ലോ. ഇത് എനിക്ക് മാത്രം എന്ത് കറക്റ്റ് ചോപ്പാവാത്ത, കറക്റ്റ് ഒരു കളറാവാത്തത് എനിക്ക് മാത്രം. അന്നങ്ങനെ ലൊട്ടത്തരം. അവന്മാരിന് ഇത് വെച്ചാടാ, ഇത് വച്ചിട്ട് ഇത് ചോപ്പാ ഇന്ന കളറാക്കിയ അങ്ങനെയാണോ? അല്ലല്ല, അങ്ങനെയല്ലല്ല. എനിക്കിത് കറക്റ്റ് ചോപ്പാക്കണമെന്നുണ്ടാ, പക്ഷെ കാര്യം പറയല പറ്റണില്ല. അതിൻ്റെ പരിപാടി എനിക്ക് അറിഞ്ഞൂടാ, അതാണ്. ബ്രോ മെയിൻ മാറ്റ് നോക്ക്, എൻ്റെ അക്കൗണ്ട് വിസാഡ് എന്നാണ്. ഓക്കേടാ, ഓക്കെ ഞാനാണ് കാർലോസ്. ഓക്കെ വിസാഡേ, ഓക്കെ മനസ്സിലാടാ വിസാഡേ. എക്സ്റ്റീരിയറിലാണ് ഞാൻ നിൽക്കണം. അതിൽ കാറിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ മെയിൻ. ബ്രോ മെയിൻ മാറ്റ് നോക്കല്ലേടാ. ഓക്കെ ഓ ഇതേണ്ട മുത്തേ എടാ 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 ഇത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഉള്ള പറയാല്ല മുത്തേ, ഉള്ള പറയല്ല, എനിക്കിത് അറിഞ്ഞൂടായിരുന്നു. എടാ നീ പറഞ്ഞു നന്നായി ഏട്ടാ. ആര് പറഞ്ഞിപ്പം? വിസാഡേ W നീ പറഞ്ഞു തന്നാ ഏട്ടാ. മെയിൻ മാറ്റിയപ്പോൾ കണ്ട ആ കളർ ഓക്കെ ആയി. ഇതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. എനിക്ക് ഇതിൻ്റെ പരിപാടി ഞാൻ നോക്കാത്തോണ്ടേ. മെയിൻ മാറ്റിയാൽ മതി. ഓക്കേടാ, ഓക്കെ ഗൂഗിൾ ഇപ്പം മനസ്സിലായി. ഒന്നുകൂടെ മാറ്റാനാ റിഫ്ലക്ഷൻ, അതാണോ? ഓ ഇപ്പം അത് മാറ്റിയപ്പോൾ ഓക്കെ ഏട്ടാ, സെറ്റ് ആയിട്ടാ. കാര്യം പറയല്ല, അത് റെഡാക്കി. ഓക്കെ എടാ റെഡാക്കി കണ്ട റെഡാക്കി. ഇപ്പം റെഡാക്കി, ഇപ്പം സെറ്റല്ലേ? ഇപ്പോൾ ഒരു സെറ്റായില്ല. ഒരു നോക്കട്ടെ. ചാറ്റ് സ്പെക്കുലർ ബ്ലാക്ക് ആക്കുക. ഓക്കെ സ്പെക്കുലർ. എടാ നിങ്ങൾക്കെല്ലാം ഇത് നന്നായിട്ട് അറിയാം അല്ലേടാ. എനിക്കിൻ്റെ അകത്ത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാര്യം പറയാമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ CPM 2 മോഡിഫിക്കേഷൻ നോക്കിയിട്ടുണ്ട്. അതിലും ഇതിലും കംപ്ലീറ്റ് ഡിഫറൻസ് ആണ്ട്രാ കുറേ കാര്യങ്ങൾ. അതാണ് കേട്ടാ. എടാ ഇപ്പം സെറ്റാടാ. ഇപ്പോൾ ഓക്കെ ഇപ്പം കൊള്ളാം. ബ്രോ മെയിൻ റെഡ് മാറ്റരുത്, ബ്ലാക്ക്. എടാ എന്താ വിസാടെ എന്താടാ? ബ്രോ മെയിൻ റെഡ് മാറ്റരുത്, ബ്ലാക്ക്. ബാക്കി എന്താ അത്രേ ഉള്ള? റെഡ് മാറ്റിയില്ല. റെഡാണ്ട്രാ വിസാടെ. ഇത് റെഡാണ് കണ്ട, റെഡാണ്. എടാ ഇനി വല്ലതും ചെയ്യാണ്ട നിങ്ങൾ പറ. നമ്മളിപ്പം റെഡാക്കി, അതല്ലാതെ ഇതിൻ്റെ അകത്ത് ഇനി വേറെ വല്ല പരിപാടി ചെയ്യാനുണ്ടോ? അല്ലാതൊക്കെ ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ അകത്ത് കൂടുതൽ മോഡിഫിക്കേഷൻ ചെയ്യാനുള്ളത് നമുക്ക് പിന്നെ നോക്കാം. മെയിൻ റെഡാക്കടാ. മെയിൻ റെഡാണ് വേണ്ട. മെയിൻ ഓ മെയിൻ റെഡാണ് കണ്ട. മെയിൻ റെഡായിട്ടേക്കണ. മെയിൻ റെഡാണ്. റിഫ്ലക്ഷൻ വൈറ്റ് ആക്ക്. ഓക്കെ എടാ നിങ്ങൾ റിഫ്ലക്ഷൻ വൈറ്റ് അല്ലേ? ഓക്കെ ഓ ഇത് പറ്റില്ല. ഇതാണല്ലേ? ഓക്കെ റിഫ്ലക്ഷൻ വൈറ്റ് ആക്കിയിട്ടുണ്ട്. റിഫ്ലക്ഷൻ വൈറ്റ്, മെയിൻ റെഡ്, എന്തൊരു സ്പെക്കുലാർ ഡാർക്ക് എന്ന് വെച്ചാൽ കറുപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെറ്റായല്ല. ഇത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാനുണ്ടാ. ഉള്ള പറയാല്ല, ഇത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാറുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ബിഗിനിയർ അല്ലേ, അതിൻ്റെ ഒരു ഇതും കൂടെയാണ് കേട്ടോ. എന്തായാലും നോക്കാം, നമുക്ക് സെറ്റാക്കാം. എടാ ഇപ്പോൾ ഒരു ഇതെല്ലാം സെറ്റായാലും ഇനി ഇറങ്ങിയാൽ ഇനി നമുക്ക് റൂമിട്ടാലാ? നിങ്ങൾ പറ റൂമിട്ടാ. ഇപ്പോൾ 8 വ്യൂസ് ഉണ്ട്. നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടാ. നിങ്ങൾ റൂം അടിച്ചൊന്നും പറയാത്തത്. റൂമിട്ടാ. എന്തായാലും ഓൺലൈൻ നിൽക്കാം. അത് തന്നെ പാസ്വേഡ് അടിച്ച് ചെയ്യുക. അപ്പോൾ റൂമിടാൻ പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ റൂമിട്ടാൽ പോരെ. സമയം വേസ്റ്റ് ആക്കണം. അതിന് ഓൺലി ഫോർ ഫ്രണ്ട്സ്. 8 വേണ്ട, 7. ഓക്കെ റൂമിടാൻ പോവാണേ. നിങ്ങളൊന്നും ടൈപ്പ് ചെയ്യാത്ത എനിക്ക് ഇത് ചാറ്റ് പോയാൽ ചാറ്റും കൂടെ അടിച്ചു പോയാൽ വല്ല ലാഗ് ബഗ്ഗാനോ അടിച്ചാൽ ചെറിയ സംശയം ഉണ്ടല്ലോ. ഓക്കെ എന്തായാലും റൂമിടാം. മൗണ്ടൈൻ, ട്രോപ്പിക്, സിറ്റി, റേസിങ്, ഓഫ് റോഡ് വേണ്ട. ഓഫ് റോഡ് നമ്മൾ ഈ വണ്ടിയും ബുഗാട്ടിയും കൊണ്ട് ഓഫ് റോഡ് ഇറങ്ങണ്ട. അത് നമുക്ക് വേറെ ഓഫ് റോഡ് വണ്ടിയും കൊണ്ട് ഓഫ് റോഡ് പോയാൽ മതി. റേസിങ് നമ്മൾ പോയിട്ടില്ല, പക്ഷേ റേസിങ് വേണ്ട. റേസിങ് മൗണ്ടൈൻ പോയാലേ. അതാ ഡെസർട്ട് പോകണോ? ഡെസർട്ട് പോടാ. ഡെസർട്ട് നമ്മൾ ഇതുവരെ ഗ്യാങ് ആയിട്ടൊക്കെ പോയിട്ടില്ലല്ലോ. ഓക്കെ
ഗോകുൽ RS ഇട്ടോ ഓക്കെടാ ഇടാം. ഡെസർട്ട് പോകാൻ പോവാണ്. നിങ്ങൾ വാ, അത്രയേ ഉള്ളൂ. നിങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ചെയ്തിട്ട് ഓക്കെ എന്തായാലും ഇട്ടിട്ടുണ്ടാ. 8 പേര് കാണുന്നുണ്ട്. ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിക്കുക. ചാനലൊക്കെ ഒന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുന്ന സബ് ചെയ്ത് വെച്ചേര്. എടാ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ പറഞ്ഞാൽ മറ്റേ ചാനലിലാണ് റെഡ് ഫോക്സ് 2ലും 3ലും. അപ്പോൾ അത് കയറി നോക്ക്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സബ് ചെയ്തോ. ലെറ്റ്സ് ഗോ ബ്രോ. കയറി വരാനുള്ളവരെല്ലാം കയറി വന്നോ. അവിടെ ചെറിയ ബ്ലാക്ക് ഉണ്ട് ആകാശം. അത് ചെറിയ ഇത് ഗ്ലിച്ചാ ബഗ്ഗാ ഉണ്ടാ. അത് ഈ ലൈവ് കൂടെ ഇടുന്നതുകൊണ്ടാണ് മെയിനായിട്ട് വരണം. കാര്യം പറയല്ല. പെട്ടെന്ന് നേരത്തെ ഉണ്ടായിരുന്നു ആകാശം ഒരു ഇതായത്. ഇപ്പോൾ ഞാൻ എവിടെ നിൽക്കണ? ഓ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. വണ്ടി പെട്ടെന്ന് പൊടിയാവാൻ ചാൻസ് ഉണ്ട്. ഈ മറ്റേ മണൽക്കാറ്റൊക്കെ ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ഉള്ളതുകൊണ്ട്. കൊള്ള പറയാലോ മുത്തേ. ഓ കൊള്ളാല്ലേടാ. ഇതിന് കുറച്ച് മോഡിഫിക്കേഷൻ പരിപാടിയും കൂടെ എടുത്താൽ നല്ല W ആയിട്ട് മാറും. കാര്യം പറയാല്ലേ. എന്തായാലും നോക്കാം അല്ലേ. നോക്കാം. എടാ ഇപ്പോൾ 6 വ്യൂസ് ഉണ്ട്. റൂമിൽ ആരെങ്കിലും കയറിയാ? ഞാൻ റൂമിൽ കയറി. ഞാൻ ജസ്റ്റ് പ്ലെയർ 657. അതാറാ പ്ലെയർ 657. ചാറ്റുള്ളതാണെ പറഞ്ഞാണ് പ്ലെയർ 657 ആരാണ്? ഞാൻ എന്ത് പേരിടാത്ത? പ്ലെയർ 657 എന്ത്? ഓ ഇതാരും. ഓ 2 ആയില്ല. എടാ മച്ചാൻ ഇത് കൊള്ളാം കേട്ടോ. കാര്യം പറയാല്ല. ബസ് ബ്ലാക്ക് ബസ് റാമ ഒന്നാമത് എഴുതിയിട്ടുണ്ട് കേട്ടോ. എടാ എൻ്റെ ബസ് എനിക്ക് ഇതേപോലെ ബ്ലാക്കിൻ്റെ ഒരു സംഭവം വെച്ച് ചെയ്യാനുണ്ടായിരുന്നു. സംഭവം കൊള്ളാം കേട്ടോ. കൊള്ളാം. എടാ കൊള്ളാം കേട്ടോ. കൊള്ളാം. ഇത് കൊള്ളാം. നല്ല ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട്. ആ ഒരു ബ്ലാക്കിന് എനിക്ക് ഇഷ്ടപ്പെട്ട. കാര്യം പറയാല്ല. യോ ബ്രോ എടാ ഞാൻ സത്യം പറഞ്ഞ ഇമോഷനാണ് അവിടെ. ഉള്ള പറയല്ലേ. ഞാൻ ഇത് നീ എനിക്ക് കൊണ്ടുവരാൻ ഇതാണെന്ന് വിചാരിച്ചില്ലടാ. ഇവിടെ ഒരുപാട് നന്ദി കേട്ടാ. എനിക്കിത് ഇഷ്ടപ്പെട്ട്. കാര്യം പറയാൻ ജസ്റ്റ് നിങ്ങൾ കണ്ട ആ ഒരു ബ്ലാക്കിൻ്റെ സംബന്ധം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എടാ ഒരുപാട് സന്തോഷടാ. ഒരുപാട് നന്ദി. എടാ ഹാപ്പി ആക്കിയടാ. നീ എന്നെ ഹാപ്പി ആക്കി. താങ്ക്സ്. നീ എന്നെ ഹാപ്പി ആക്കി. ഹാപ്പി. ഈ സാധനം നമുക്ക് വേറെ വണ്ടി കിട്ടണ പോലെയും അല്ലടാ ഈ ബസ്സൊക്കെ എന്ന് പറഞ്ഞാൽ. ബസ്സൊക്കെ കിട്ടണം എന്ന് വെച്ചാൽ അത് അത്രയ്ക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഹാപ്പി ആക്കടാ. നീ എന്നെ ഒരുപാട് ഹാപ്പി ആക്കി. ബ്രോ അരുൺ നായർ പറഞ്ഞോടാ. പറഞ്ഞ് ചാറ്റില്ല. എനിക്ക് വണ്ടി കയറാം. ഉള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട. എടാ ഇതിൻ്റെ വണ്ടിയിൽ അകത്തിരിക്കണ ആരാണ്ട്രാ? വണ്ടിയിൽ അകത്തിരിക്കണ ആരാണ്? എനിക്ക് ഇറങ്ങി വാ. ഇറങ്ങി വരാൻ പറയട്ടാ. ഇറങ്ങി വാ. ഫോട്ടോ എടുക്കാം. മുത്ത ഈ ബസ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ലടാ. ഉള്ള പറയാല്ല. ഒട്ടും വിചാരിച്ചില്ല ഈ ബസ് എനിക്ക് കിട്ടും. ഇതാര് കയറി വന്നാ? സെനോക്സ് വന്നല്ല. എന്തല്ല സെനോക്സേ? എടാ വണ്ടി നമുക്ക് ഒരു കണ്ട ഇവൻ ബസ്സിൻ്റെ അകത്തിരിക്കണ പ്ലെയർ 657 മച്ചാൻ ഇറങ്ങി വരാത്തത്. അപ്പോൾ എനിക്ക് ബസ് നിന്നിട്ട് അതിൻ്റെ അകത്ത് കയറിയിരിക്കണം. എന്ത് വരാത്ത മച്ചാനെ? സെനോക്സേ എന്തല്ല എനിക്ക്. എടാ എൻ്റെ മുടി അല്ല. അതാ മുടി അല്ല. ലുക്ക് കറക്റ്റ് അല്ലേ. അതുകൊണ്ട് കുഴപ്പമില്ല. അത് തന്നെ. ഓക്കെ. എടാ എൻ്റെ ഒരു ഒഫീഷ്യൽ ലുക്കായിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് മാറ്റാം കേട്ടോ. എൻ്റെ ഒഫീഷ്യൽ ലുക്കാണ്. ഇതാരും കോപ്പി അടിക്കല്ലേ. റെഡ് ഫോക്സിൻ്റെ ഒഫീഷ്യൽ ലുക്കേ. തീർച്ചയായിട്ടും വണ്ടി മാറ്റി നിർത്തിട്ട്. എനിക്ക് ഏറ്റവും ഇങ്ങോട്ട് വണ്ടി ഇത്തിരി. എടാ കണ്ട അവൻ വണ്ടി ഇറങ്ങല്ലടാ. കാര്യം പറയാല്ല. എനിക്ക് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഇവിടെ പോവാം. അവൻ്റെ നല്ല സ്പോട്ട് എനിക്ക് അറിഞ്ഞൂടല്ല. നല്ല സ്പോട്ട് നമുക്ക് ഇങ്ങോട്ട് പോയാലോ? ഈ സ്ഥലത്തോട്ട് പോയാലോ? കൂടെ വാ. ഇടിച്ച് ചെറിയ ലൊട്ട പാത്രത്തിൽ. ഈ ബുഗാട്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ വാങ്ങിച്ചതല്ലേ ഉള്ളൂ. ഇതിൻ്റെ അകത്തിന് കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ടയറിൻ്റെ കാര്യം, അല്ലെങ്കിൽ മറ്റേ എൻജിൻ, ടർബോ കുറച്ച് ചെയ്യാൻ നോക്കട്ടോ. അയ്യോ ഇവിടെ ഭാഗ്യത്തിന് അത് മറിഞ്ഞ് അങ്ങനെ വീണില്ലടാ. വീണ്ടിരുന്നേ കംപ്ലൈൻ്റ് ആയനെ. ഭാഗ്യത്തിന് കംപ്ലൈൻ്റ് ആവാതെ അങ്ങ് നിന്ന് കിട്ടി. കാര്യം പറയാല്ലേ. ഞാൻ മറ്റേ അവിടെ എന്തെങ്കിലും കെട്ടിടം പോലെ ഒരെണ്ണം കണ്ട് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ട്രിപ്പിൾ ഇന്ത്യൻ സെർവറാണോ? അവിടെ ഇന്ത്യൻ സെർവർ പാസ്വേഡ് 7777 ഇന്ത്യൻ സെർവർ. അവിടെ നമ്മൾ ഇന്ത്യൻ സെർവറിലാണ് കളിക്കണം. വേറെ സെർവറിൽ നമ്മൾ കയറൂല. ഇന്ത്യൻ സെർവർ, ഇംഗ്ലീഷ് സെർവറൊന്നും അല്ല. ഇന്ത്യൻ, ഒൺലി ഇന്ത്യൻ.
എന്തായാലും കൂടെ വന്നോ പറ. എനിക്ക് അങ്ങോട്ട് എത്തിയിട്ട് നിനക്ക് റിപ്ലൈ തരാടാ സെനോക്സേ. ഒരു സെക്കൻഡേ, നിങ്ങൾ കയറിക്കോട്ട്. കേലപ്പൂ മച്ചാനേ, എടാ കേലപ്പൂ, നീ എനിക്ക് കാറ് തന്നാ? നീ ഈ കാർ എടാ അച്ഛൻ എന്ത് നടക്കണേന്നാണ് കാര്യം പറയല്ലേ. ഓ 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 പറഞ്ഞു. എല്ലാവരും വാ. വെയിറ്റ് ദെയർ, ഐ വിൽ കം. വർക്ക് ചെയ്താൽ ഓക്കേടാ. ഓക്കെ അരുണേ, ഓക്കെ ഓക്കെ. നീ എനിക്ക് തന്നതിനൊക്കെ താങ്ക്സ് എടാ. നിങ്ങളെല്ലാം എനിക്ക് ഒരുപാട് വണ്ടികൾ തന്നതിനെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിലെല്ലാം ഒരുപാട് നന്ദിയടാ. ഞാൻ ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അന്ന് ഒരുപാട് പേര് തന്നുകൊണ്ട് ചിലവരുടെ പേരൊന്നും പറയാൻ പറ്റില്ല. വിട്ടുപോയെങ്കിൽ ക്ഷമിച്ചേര്. തന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. എടാ ഫോട്ടോ എടുത്ത് സെനോക്സ് നിൽക്കി നേരെ പോസ് കൊടുത്തേക്ക് സെനോക്സ്. നമുക്ക് ഫോട്ടോ എടുക്കാം. നല്ല ഫോട്ടോ എടുക്കണ്ടേ സെനോക്സേ? പോസ് കൊടുത്തേക്ക്. എടാ നമ്മളിവിടെ പോകേണ്ട എല്ലാവരും ഇങ്ങോട്ട് വന്നോ മുത്തേ. സെനോക്സ് നീ ഇപ്പോൾ ലൈവ് ആണോ? കേട്ടില്ലടാ, നന്നായിട്ട് നിൽക്കുന്നത് എനിക്ക്. ഓക്കെ ഓക്കെ. എടാ സെനോക്സിന് എടാ ഈ താടി, എടാ ഞാൻ താടി ഇടലേ പറ്റി ചിന്തിക്കുന്നുണ്ട്. നമ്മൾ നോക്കാം കേട്ടാ. കോയിൻ ഉണ്ടാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കോയിൻ കാണൂലേ? കോയിൻ കാണുമായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കാം. കുറച്ച് താടിയൊക്കെ എടുക്കാനുണ്ട്. താടി എടുക്കാം. അതല്ലെങ്കിൽ ഈ ലുക്ക് അതിൻ്റെ ഓഫീഷ്യൽ ലുക്കായിട്ട് വേണേൽ വയ്ക്കാം. ഈ ലുക്കും കൊള്ളാം അല്ലടാ. റെഡ് ഫോക്സിൻ്റെ ആ ഒരു ഇത് മറ്റേ അത് കൊള്ളാം. നോക്കട്ടെ, ചിലപ്പോൾ മാറ്റും. കാരണം വെച്ചാൽ ഇനി കുറേ ഉടുപ്പൊക്കെ എടുക്കാനുണ്ടല്ലോ. എവൻ്റെ ഈ ലുക്കും കൊള്ളടാ. താടിന് കൊള്ളാന്ന് തോന്നുന്നു കേട്ടോ, കാര്യം പറയാമല്ലേ. ഓക്കെ എടാ കുറേ ഫോട്ടോ എടുത്ത് ഗാലറി വന്നാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. റൂമിൽ ആരെങ്കിലും വന്നാ? റൂമിൽ അപ്പും ഉണ്ട്, കാർലോസ് ഉണ്ട്, പ്ലെയർ. എടാ എല്ലാവരും ഇങ്ങോട്ട് വാടാ. നിങ്ങളെന്താ അവിടെ ഇരിക്കണം? എല്ലാവരും ഇങ്ങ് വാ. മനസ്സിലാവുന്നുണ്ട്. ഞാനിത് അങ്ങോട്ട് മാറിക്കും. ഇവിടെ ആര് വന്നത്? പേരണ്ടും അല്ലേ. എക്സ് എന്തിന് എക്സിയോൺ, കെ എൽ കിച്ചു, ഗ്രാൻഡ് ടൂറിസമോ, കെ എൽ കിച്ചു നോക്കട്ടെ. ഈ CSS കൊള്ളാം കേട്ടാ. കൊള്ളാടാ, കൊള്ളാം 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 അപ്പ്, കൊള്ളാം കൊള്ളാം കൊള്ളാം. ESS നോയൽ, ബുള്ളറ്റ്. ഇതാണ് ബ്രോയുടെ കാർ. കൊള്ളാടാ, എനിക്ക് കൊള്ളാം കൊള്ളാം കൊള്ളാം. എടാ ഇതെന്ത് സാധനം? എടാ ചെറിയൊരു ലാഗ് ഉണ്ടാകാൻ സംശയമുണ്ടേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് കളിക്കണുണ്ട്, അതിൻ്റെതായ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതിൻ്റെ ഇതാണ്. എടാ അതാരും വന്നാ? എടാ ഇവിടെ നീ എങ്ങോട്ട് പോകണം? ഇവിടെ ഞാൻ പോയി നോക്കട്ടെ. ഈ വണ്ടിയും കൊള്ളാന്ന് പറഞ്ഞിട്ട് എനിക്ക്. എന്തൊരു കാർലോസ് ഓഫ്, പിങ്ക് പാന്തർ ഓഫ്. കൊള്ളാം കാർലോസ്. ആ പച്ച സാധനത്തിരി കൊള്ളാം കൊള്ളാം. എന്തൊരു ഓഫ്, പിങ്ക് പാന്തർ. എന്തായാലും നോക്കാം. ഇവിടെ എല്ലാവരും എനിക്ക് വർക്ക് ചെയ്തു കണ്ട. കൊള്ളാടാ, കൊള്ളാം കൊള്ളാം കൊള്ളാടാ, കൊള്ളാം കൊള്ളാം. എല്ലാവരും വണ്ടി കൊണ്ടെന്നല്ല, കൊണ്ട് ചേർത്തിട്, ഫോട്ടോ ഇട്. എടാ എല്ലാവരും ഫോട്ടോ വണ്ടി ഇങ്ങനെ ഇടുക കേട്ടോ. നമ്മളെ ഈ ഒരു സൈഡ് ഇങ്ങനെ ഇട്. അത് തന്നെ. എന്തായാലും ഇതിപ്പോൾ കിടക്കുമല്ലേ, 2 വണ്ടി ഒരു നന്നായിട്ട് കിടക്കുമല്ലേടാ. അപ്പം അങ്ങനെ ഇട്ടാ. പറഞ്ഞോ കാർലോസ്? റെഡ് ഫോക്സ് ബ്രോ പറഞ്ഞോടാ. മച്ചാനെ ഞാൻ എത്തി. എവിടെ വിസാഡ് എവിടെ? ഇതിൻ്റെ അകത്ത് വിസാഡ് ഞാൻ നോക്കിയോട്ടെ. വിസാഡ് എവിടെയെങ്കിലും കാണുമല്ലോ. ഇത് അപ്പുമല്ലേ നിൽക്കണ? എങ്ങനെയുണ്ട് പുതിയ കാർ? ഡബിൾ ഇടക്കൊള്ളും. ഡബിൾ പിന്നെ ഇഷ്ടപ്പെട്ടു. ബുഗാട്ടി പിന്നെ ഇല്ലായിരിക്കും, എപ്പോഴും ഡബിൾ വരും. എടാ വിസാഡ് എവിടെയാടാ? വിസാഡിനെ കാണാനില്ലല്ലേ. നോക്കട്ടെ. പോസ് അല്ല, അത് വേണ്ട. എല്ലാവരും നന്നായിട്ട് വന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ പോവാണ്. നല്ല പോസ് കൊടുത്ത് നിന്നാ മുത്തുകളെ. നോക്കാം. ബ്രോയുടെ പേര് മാറ്റിക്കോ. ഓടാ ഫോട്ടോ എടുത്തോട്ടെ. എടാ ഈ ഫോട്ടോ ഗാലറി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോൾ ഇനി ബഗ്ഗാനടിച്ച് വന്നില്ലെങ്കിൽ പിന്നെ ലൊട്ടയാവും അല്ലേ. പിന്നെ ലൈവിൽ കയറി എടുത്താൽ ഗ്രാഫിക്സ് ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ,
ഗ്രാഫിക്സിന് ആ ഒരു ക്വാളിറ്റി കുറയുന്ന സംശയമുണ്ട്. ഇല്ല കുഴപ്പമില്ല, ഇത് വന്നോയിരിക്കും. ഇത് അകത്ത കേൾക്കിച്ചു എന്നാ? ഓ ഓ ഓ ഞാൻ കണ്ട് അച്ഛന്മാരെ, എൻ്റെ ലൈവിൽ നിന്ന് എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ സപ്പോർട്ട് തരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഇത്രയും ഇഷ്ടപ്പെടുന്നതിൻ്റെ ഫലം ഉണ്ടാവണം നിങ്ങളീ സപ്പോർട്ടാണ്. താങ്ക് യു നിങ്ങൾ ഈ പറഞ്ഞതിനെല്ലാം. ID തരുമോ? എടാ ID നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ മറന്നു പോകണടാ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ഞാൻ മറന്നു പോകണം, ഇല്ലെങ്കിൽ സെറ്റാക്കായിരുന്നു. എടാ ID ഞാൻ വേണ്ട, ഇതാണ് ID. നീ വേണ്ട ഈ ഇടത്തെ ഭാഗത്ത് കണ്ടല്ല, നീ പെട്ടെന്ന് ഈ ലൈവാണ് പെട്ടെന്ന് പാസ് ചെയ്തിട്ട് അത് നോക്കി ഇങ്ങ് അടിച്ചോ. ഓക്കെ, ലൈവിൽ എത്ര എടാ വിസാഡ് ഞാൻ കാണാനില്ലേ മുത്തേ? ഉള്ള പറയാല്ലേ വിസാഡേ, നീ ലൈവിൽ കയറുന്ന പറഞ്ഞു, പക്ഷേ നിന്നെ കാണാനില്ല. ഇതാര്? എടാ പറഞ്ഞ് തീർന്നില്ല മുത്തേ, ഞാൻ പറഞ്ഞ് തീർന്നില്ല. വിസാഡ് ഞാൻ കാണാനില്ലല്ലോ എന്നൊന്ന് പറഞ്ഞ് ഇതാക്കിയപ്പോഴത്തേക്ക് വിസാഡ് വന്ന്. ഉള്ള പറയാല്ലേ മുത്തേ, വിസാഡ് വന്നിട്ടൊരു ഫോട്ടോ എടുക്കാതിരിക്കണം. ഫോട്ടോ എടുക്കാം. എന്തായാലും വിസാഡ് വന്നല്ലേ ഒരു ഫോട്ടോ എടുക്കാം. അവിടെ ആലോചിച്ച് കാണും നമ്മൾ ലൈവിൽ ഈ റൂമിലൊക്കെ വരും. നമ്മുടെ റൂമിടുമ്പോൾ 10-20 പേര് റൂമൊക്കെ ഫുള്ളായി കയറിയിരിക്കണേ ആലോചിച്ച് നോക്കിയാണ്. അതേപോലെ തന്നെ ലൈവ് കാണാൻ ഒരു 10-30 പേരൊക്കെ അതൊക്കെ ഭയങ്കര വലിയ കാര്യമായിരിക്കും. ഉള്ള പറയാലോ മുത്തേ, സത്യമായിട്ട് ഞാൻ പറയുവാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം, രണ്ടൊരു ഫോട്ടോ എടുക്കാം. ഐടാ വാ എല്ലാവരും പോവാം. അപ്പോൾ പീ ഇട്ട് ഞാൻ വലിച്ചുകൊണ്ടിരുന്നു ലൊട്ട. അതിൽ മാറ്റിട്ടു ഈ ടയറിൻ്റെ ടയറിൽ കുഴപ്പമില്ല. അതൊരു സംഭവം. അവന് ബഗ് അടിച്ചിരിക്കുന്നു. നോക്കിയപ്പോൾ കാറിൽ ഒരാളിങ്ങനെ ഇറങ്ങി വരണം. പാസ് 77 അസുർ ഗെയിമിങ് 721, പാസ് 77. ലോട്ടേടാ ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ഫോൽ അടിച്ചിട്ട് പോവാ. ഞാൻ ശ്രദ്ധിച്ചില്ല, മാപ്പ് നോക്കിക്കൊണ്ടിരുന്നു, അതാണ് ചെറിയ തട്ട് കട്ടിയ. കുഴപ്പമില്ല. എടാ പാസ് 77 നീ കണ്ടില്ലേ? എടാ വെയിറ്റ് ആക്കടാ, ഞാൻ ഫോൽ അടിച്ചോട്ടറാ, പിടപ്പിക്കാരടാ. അടിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ, ടാങ്ക് ഫുള്ള് അടിച്ച്. ഇനി റിപ്പയർ ചെയ്യാനുള്ളത് ഇവിടെ, അതിവിടെ ഉണ്ടോ? റിപ്പയർ ചെയ്യാനുള്ള ഇവിടെ ഉണ്ടോ? നല്ല കാര്യം, റിപ്പയർ കൂടെ ചെയ്തിട്ടിറങ്ങാം. ഓക്കെ, ഈ ഡിസേബിൾ എൻജിൻ ഡാമേജ് 200 രൂപ. ഡിസേബിൾ എൻജിൻ അതിന് എന്താ അതൊക്കെ പിന്നെ നോക്കാം. ഇനി അവിടെ ഇന്നലത്തെ ലൈവിലായിരുന്നു എൻ്റെ പൊന്നു, കാര്യം പറയില്ല. 200 എത്ര മൊത്തം 200 വ്യൂസാണ് അവിടുത്തെ ലൈവ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. അതും പോരാത്തതിന് ഇത്ര ലൈവിൽ തന്നെ 10-12 വ്യൂസും ലൈവ് വാച്ചിങ്ങും റൂമിൽ തന്നെ 5-10 പേരാണ്ട കയറി. അത് വലിയ കാര്യമാണ്. നിങ്ങൾ അതേപോലെ തന്നെ സപ്പോർട്ട് തരാൻ തുടങ്ങണേ, ഭയങ്കര സന്തോഷം. ഇപ്പോൾ ലൈവ് ഒരു വ്യൂ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയണം, പെട്ടെന്ന് ഇങ്ങനെയൊന്നും വരാത്തതാണ് ഇപ്പോൾ ഈയിടെ ആയിട്ട്. സാധാരണ അവർ പണ്ടൊക്കെ വരുമായിരുന്നു, ഇപ്പോൾ എന്തോ വ്യൂസൊക്കെ നന്നിട്ട് കുറഞ്ഞ്. ലൊട്ടയാകുമോ ഇനി ചാനൽ? അങ്ങനെയൊന്നും ആവില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. ഇത്രയും നാൾ നമ്മൾ ചെയ്തതല്ലേ, നമ്മൾ ഇനിയും ചെയ്യും. ചെറിയ ലാഗ് ഉണ്ടോ? ഉള്ള പറയാമല്ലോ. നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ആ ഒരു ലാഗിൻ്റെ ആ ലൊട്ട ഇതുണ്ട്, ഉള്ള പറയാമല്ലോ. നമുക്കങ്ങോട്ട് ചുറ്റി കറങ്ങാടാ, കുറേ പോവാം അങ്ങോട്ട്. എടാ ചെറിയ ലാഗ് അടിക്കണുണ്ട് കേട്ടാ. ലൊട്ട ഉള്ള പറയാമല്ലോ. എന്ത് ലൊട്ടയെന്നാണ് മൊത്തേ സീനാക്കാനായിട്ട് ലാഗും ലൊട്ടയും കൂടെ. ഇങ്ങോട്ട് ഇവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ, ഇങ്ങോട്ട് വെച്ച് പിടിക്കാം. ഒമാരൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. എന്തായാലും പോവാം. സ്പീഡൊക്കെ കൊടുത്ത അപ്പം അങ്ങ് പറന്നടിച്ചുകൊണ്ട് പോവാണ് മുത്തേ. ഉള്ള പറയാല്ല, ഭയങ്കര സ്പീഡെന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡ്.
കൊണ്ട് കേട്ടാ, കാര്യം പറയാലോ മുത്തേ. ഇതെന്ത് ലൊട്ടേടാ വണ്ടി, ഇത് സീനായിരുന്നു കേട്ടാ. വെയിറ്റാക്കടാ, പിടപ്പിക്കാരി നമ്മൾ പോവല്ലേ. വെയിറ്റ് മച്ചാ, വെയിറ്റ് നമ്മൾ ചാടാൻ പോണല്ലേ, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോണേ. KL വിസാഡ് വൈറ്റി. എടാ അത് കൊള്ളാം കേട്ടോ. യൂട്യൂബിൻ്റെ ചിഹ്നമൊക്കെ അടിച്ചുകൊണ്ടൊന്ന് ആ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഉള്ള പറയാമല്ലോ, അതെനിക്കിഷ്ടപ്പെട്ടു. KL വിസാഡ് വണ്ടി ചെളിയെ, മൊത്തം ചെളിയെ, മൊത്തം അഴുക്കാടാ ചേട്ടേ. ഉള്ള പറയാമല്ലോ ചേട്ടേ, സീനായി. എന്തായാലും ഇവിടെ ഒരു ഫോട്ടോ എടുക്കാം. പോവാം. വാഷ് ചെയ്യാൻ എവിടെ ഉണ്ടായിരുന്നില്ല. എടാ ആരൊക്കെ വരണം കേട്ടോ, റൂമിലോട്ട് കയറി വരട്ട് കേട്ടോ, എല്ലാവരും വരട്ടെ. നമ്മൾ റൂമിൽ ഇവിടെ എടാ എൻ്റെ വണ്ടിയെ മൊത്തം ചെളിയാണ്. ഞാൻ ഇവിടെ നിന്ന് ചാടിക്കണമെന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ട് കയറിയാ, ഇവിടെ വന്നൊരു ഫോട്ടോ എടുക്കാൻ തന്നെ വിചാരിച്ചു. പക്ഷെ ചാടിക്കാൻ തോന്നിയ പോലും പറ്റിയില്ല. ആ സമയത്ത് ഇവിടെ ഇതുണ്ടല്ലോ, പെട്ടെന്ന് എന്താ ഒരു വണ്ടി ചെറിയ ലൊട്ടയാണ്. ടയറിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കൊണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തിൽ ഈ വണ്ടിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. ലൊട്ട ഇപ്പോഴാണ് സെറ്റായ. ഇത് മണൽ കയറ്റിയപ്പോൾ ഒരു കൺട്രോളേ ഇല്ല മുത്തേ. ഉള്ള പറയാല്ലേ. ഇതാര്? ആ നീല വണ്ടി ആര്? എന്തായാലും ആദ്യം പോയിട്ട് ആ റൂമിൽ കാർ വാഷിങ്ങിലോട്ട് നമ്മൾ കിടക്കാം. അതിനുശേഷം ബാക്കിയിടാം മുത്തേ. ഉള്ള പറയാല്ല, കാർ വാഷിങ് ഇമ്പോർട്ടൻറ്റ്. എടാ വ്യൂസ് ഒന്നും ഇപ്പോൾ ഇല്ലടാ. അത്ര ഒരു വ്യൂ ആടാ. എന്ത് പറ്റിയടാ, എല്ലാവരും ഇറങ്ങി. എല്ലാവരും ഇറങ്ങി പോയാ. ഒരു വ്യൂ എന്തോന്ന്, ഒരു വ്യൂ ആടാ. നമ്മളെ ചാനൽ വീണ്ടും ഒരു ലൊട്ട അടിക്കൂ. എന്തായാലും നോക്കാടാ, അത്ര തന്നെ നോക്കാം. ചെറിയ തട്ട് കട്ടി. എടാ അതാര്? അയ്യോ മാറി. അതാരിത്? മുത്തേ വാ. ഇപ്പം സെറ്റ്. നമ്മൾ എത്താറായ ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. ഇൻറ്റീരിയർ ഇട്ടാൽ ഓടിക്കണം. അതിൻ്റെ അപ്പോൾ ഇൻറ്റീരിയർ ഇട്ട് ഓടിക്കാൻ കൊള്ളാം കേട്ടോ. ഉള്ള പറയാല്ല, ഒരു ഒറിജിനാലിറ്റി സാധനം ഉണ്ടല്ലോ, ആ സാധനം കിട്ടുന്നുണ്ട്. ഇതാണ്ടാ മരുഭൂമി വന്നെങ്കിൽ ലൊട്ടയാണ്. നമ്മളെ വണ്ടി പെട്ടെന്ന് അഴുക്കാം. അതാണ് എനിക്ക് പിടിക്കാത്ത പരിപാടി. പക്ഷേ ഫോട്ടോ ഒക്കെ എടുക്കാൻ കുറച്ച് സ്ഥലമൊക്കെ സെറ്റാണ്. എന്തായാലും അങ്ങോട്ട് പോവാം. അവിടെ 250 കയറി പോകണം. പിടിക്കുക ഫുൾ സ്പീഡ് പിടിച്ചാലേ ചിലപ്പോൾ ഇവിടെ 2-3 വളവൊക്കെ ഉള്ളതാണ്. നമുക്ക് പിടിച്ച് കൺട്രോൾ പോയാലേ അത് സീനാവും. അതാണ് പിന്നെ വണ്ടി വളച്ചെടുക്കാം. അവരൊക്കെ വരണുണ്ട്. ടയറിൻ്റെ സാധനം ഇപ്പോൾ ചെയ്യണ്ട. ഉള്ള പറയല കുത്തി, അതിപ്പോൾ ചെയ്യണ്ട. നല്ല പൈസ. ഇതെങ്ങനെയാണ് നോക്കട്ടെ, ഈ വാഷിൻ്റെ പരിപാടി നോക്കട്ടെ. എക്സ്പെൻസീവ് വാഷാണെന്ന് തോന്നത്തെ. ഉള്ള പറയാല്ല, കൊള്ളാം കേട്ടോ. ഇത് ഒരു CPM 2 ഒരു സമയം വന്നായിരുന്നു, ഒരു അപ്ഡേറ്റ് സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. എടാ ഇപ്പോൾ വ്യൂസ് ഒന്നെന്നാണ് കാണിക്കണം. ആര് ലൈവാണല്ലോ കേട്ടോ. ഉള്ള പറയാല്ല, ലൈവ് എന്ത് ആരും കാണാത്ത ലൊട്ടത്തരം. KL അപ്പു KL ഇതാരും എന്തൊരു അസുരൻ. എടാ എത്ര റൂമിൽ കയറി നോക്കട്ടെ.
എടാ 5 കാർ റൂമിൽ കയറണം. എടാ വണ്ടി ഇടിക്കലടാ, വണ്ടി ഞാനെങ്കിൽ ഇരിക്കണം എല്ലാത്തിൽ. ഞാൻ ഒന്ന് റിപ്പയർ ചെയ്യട്ടെ. എടാ ഒരു വെയിറ്റ് ആക്കി ഞാൻ റിപ്പയർ ചെയ്തിട്ട് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തിട്ട് എടാ ഡ്രൈവർ സീറ്റ് ആയിരിക്കണം. എടാ വണ്ടി റിപ്പയർ ചെയ്യണമായിരുന്നു. അപ്പു വണ്ടി റിപ്പയർ ചെയ്യണമായിരുന്നു. അത് നീ എവിടെ പോണ? പ്ലെയർ 657. ഓക്കെ. എടാ അവൻ ചെയ്യാൻ കൊണ്ടുപോകണം. നാളെ ലൈവ് സെറ്റ് ബ്രോ. ലൈവ് ബോറിംഗ് ആണ്, വെറും ഫോട്ടോ എടുക്കലാണ്. നാളെ കണ്ടന്റ് സെറ്റ് ആക്ക്, ലൈവ് സെറ്റ് ആക്ക്. എടാ നോക്കാടാ, നമ്മൾ നോക്കാം മനസ്സിലായില്ലേ? നോക്കാം. എടാ വീട്ടിലോട്ട് പോയാലോ? എടാ എൻ്റെ വീട്ട് ഉദ്ഘാടിക്കാൻ പോയാലാ? ഓക്കെ, എൻ്റെ വീട്ട് ഉദ്ഘാടിക്കാൻ പോവാം. അത് തന്നെ. എടാ അവൻ മര്യാദയ്ക്ക് കൊണ്ടങ്ങ് കൊണ്ട് നിർത്തി. 5 പ്ലെയർ 600 സെൻഡ് യു ബ്രോ. താങ്ക് യു ഫോർ ദ 5 lakh rupees ബ്രോ. എടാ എൻ്റെ വീട്ടിൽ പോവാം വാ എല്ലാവരും. എടാ എൻ്റെ വീട്ടിലോട്ട് പോവാടാ മുത്തേ. ഞാൻ ഇന്നലെ ഒരു വീട് വാങ്ങിച്ചില്ല, അതിൻ്റെ ഹൗസ് വാമിങ്ങും പരിപാടിയൊക്കെ ഉള്ളത്. നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം. അത് നല്ലതല്ലേ? വാ വീട്ടിൽ പോവാം. അത് ഡബിൾ ആയിരിക്കൂ. അതെന്തായാലും ഡബിൾ ആയിരിക്കും മുത്തേ, ഉള്ള പറയാല്ല. സെനോക്സ് ഞാൻ വന്നു. ഓക്കെ സെനോക്സ് വാടാ, ഇപ്പം ടൈപ്പ് ചെയ്യേണ്ടിരിക്കുന്ന സമയമില്ല. ആദ്യം വീട്ടിൽ എത്തട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി ടൈപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. വീട് ഫുള്ള് നമുക്ക് ഓടിയാണ്. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതല്ലേ, നമുക്ക് ഓടിയാണ് നോക്കാം. വണ്ടി ഇടിക്കാതെ കൊണ്ടുപോകണം. കാരണം എന്ന് വെച്ചാൽ വണ്ടി ഇടിച്ചാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒട്ടയായിരിക്കും. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുവാണെങ്കിൽ അവിടെ പോയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോ ഒക്കെ നേരത്തെ അതിന് സീനാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും വണ്ടി പതിയെ കൊണ്ടുപോകാം. വലിയ രീതി സീനാക്കാതെ അങ്ങ് കൊണ്ടുപോകാം. എന്തായാലും നോക്കാൻ ചേട്ടൻ അങ്ങോട്ട് വെച്ച് പിടിക്കാം. അപ്പോൾ തന്നെ അത്യാവശ്യം സ്പീഡുണ്ട്, നല്ല സ്പീഡുണ്ട്. ചെറുതായിരുന്നു പിടിച്ചാൽ തന്നെ അങ്ങ് പോകുന്നുണ്ട്. ബുഗാട്ടിയല്ലേ, പിന്നെ അത് അതിശയിക്കാനില്ല മുത്തേ. ഉള്ള പറയാമല്ലോ, ലാഗ് ഉണ്ട് കേട്ടോ. ഉള്ള അല്ലെങ്കിൽ ചെറിയ ലാഗ് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ചെറിയ ലാഗ് ഉണ്ടാ. സെനോക്സ് എല്ലാവരും വാട്ടാ, എല്ലാവരും നമുക്ക് ഇടയൊക്കെ കാണാൻ പോവാം. എടാ ഞാൻ എന്നിട്ട് ചാറ്റ് വാങ്ങാം കേട്ടോ. ഞാൻ ആദ്യം അങ്ങ് എത്തിക്കോട്ടെ, എത്തിയിട്ട് നമുക്ക് ചാറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അതാണ് നല്ലത്. ആദ്യം എൻ്റെ വീട്ടിലോട്ട് പോകാം. 160 സ്പീഡ് അത്യാവശ്യം ഉണ്ടല്ലോ. സ്പീഡ് അത്യാവശ്യം ഉണ്ട്, നല്ല സ്പീഡുണ്ട്. എടാ പിന്നെ ഇവിടെ പരിസര പ്രദേശത്ത് ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ സീനാക്കണ്ട കേട്ടോ. അത് ഇത്തിരി എന്തിനു പറയണം, അപ്പോൾ അധികം ഇവിടെ കുറച്ച് സൗണ്ട് ഉണ്ട്. അത് നമുക്ക് PC ഒന്നും അല്ലല്ലോ ചെയ്യണം. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊന്നും അങ്ങനെ സെറ്റ് അതാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. ലൈവ് കാണുന്നവരുണ്ട്. വ്യൂസ് പെട്ടെന്ന് കുറഞ്ഞു കേടാ, കാര്യം പറയാമല്ലോ. വ്യൂസ് പെട്ടെന്ന് 1 ആയി. ഇത്ര 5 കിടന്നാണ് വ്യൂസ് പെട്ടെന്ന് കുറഞ്ഞു പോയി. എന്തായാലും നോക്കാമല്ലേ, നോക്കാം. അവിടെ ഇവിടെ ചെറിയ മഴയുടെ ആ ഒരു ലൊട്ടയും വന്നു കേട്ടോ. സീനാകുമോ എന്തോ, എന്തായാലും നോക്കാം. ലൈവ് സീനാവാൻ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കൂടെ മഞ്ഞിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കണം. നിങ്ങൾ വാ മുത്തേ, ലൈവ് കാണുന്നവരെ കൊണ്ടേ മഞ്ഞ് വരണേ വാ. എൻ്റെ വീട്ടിലോട്ടാണ് എല്ലാവരും കൂടെ പോകണം. ഞാൻ ഇന്നലെ വീട് വാങ്ങിച്ചാൽ അവിടോട്ടാണ് നമ്മളിപ്പോൾ എല്ലാവരും കൂടെ പോയിക്കൊണ്ടിരിക്കണം. ചാറ്റ് ചെയ്യാൻ നോക്കാം, ആദ്യം വീട്ടിൽ എത്തിയിട്ട് നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഇത് ശ്രദ്ധിച്ചാൽ വണ്ടിയാണ് ചെന്ന് ഇടിക്കും. ഇതാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരും കൂടെ പോയിക്കൊണ്ടിരിക്കുമല്ലേ. ഇതൊന്ന് കഴിഞ്ഞ് തൊട്ട് അതിനുശേഷം ചാറ്റ് നോക്കാം. ഒരു മിനിറ്റ്. വീട്ടിൽ എത്താൻ ഒരുപാട് നേരം എടുക്കൂല, പെട്ടെന്ന് അങ്ങ് എത്തിക്കോളൂ. കുറച്ചുണ്ടല്ലോ ദൂരം ലൊട്ട. അത് നമ്മൾ അവിടെ കിടന്നുകൊണ്ടാണ്. ഇല്ല ഇത്തിരി കൂടെ നേരത്തെ എത്തായിരുന്നു. സിറ്റി 2 ആയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് എത്തായിരുന്നു. ആ ഒരു സ്ട്രെയിറ്റ് റോഡായിരുന്നു. ഇത് ഇത്തിരി ലൊട്ട. ഓ ഇടിക്കല്ലേടാ ഉമാരിന്. ഓ ബേക്ക് ചെറുതായിട്ട് ചാണി, കുഴപ്പമില്ല. ഓ ഇടിച്ചില്ല. എന്തായാലും നോക്കാടാ മുത്തേ. അവിടെ റിപ്പയറിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരിക്കും. റിപ്പയർ ചെയ്തിട്ട് നമുക്ക് പോവാം. ഇരുന്നൂറ്റി 10 സ്പീഡ്.
പച്ചങ്ങ് പിടിക്കാല്ലേ. അവിടെ അവിടെ സ്ട്രെയിറ്റ് റോഡാണ്. എനിക്കിവിടെ സിറ്റിയിലോട്ട് ഇറങ്ങണതാണല്ലേ. ഓ സിറ്റിയിലോട്ട് ഇറങ്ങണ ലൊട്ട ഇതാണ്. അതാണ് സിറ്റി കയറിയിട്ടുണ്ട് മുത്തേ. നമ്മൾ സിറ്റി കയറിയിട്ടുണ്ട്. ചെറിയൊരു ലാഗിൻ്റെ ലൊട്ടയുണ്ട്. അതുള്ള പറയാല്ല, ചെറിയൊരു ലാഗിൻ്റെ ഒട്ടയുണ്ട്. അവിടെ പോയിട്ട് വണ്ടി റിപ്പയർ ചെയ്യുക. അതിനെ വണ്ടി റിപ്പയർ ചെയ്യണം. ചെറിയ തട്ട് തട്ടിയാലും വണ്ടി അങ്ങ് ഒരു ലൊട്ടയാവുകയാണ്. നേരത്തെ ചെറിയ ബാക്ക് ഇടിച്ച് നോക്കാം എന്തായാലും. ഇനി അവിടെ പോകുമ്പോഴാണ് ഇത്തിരി ലൊട്ട വരുന്നുള്ളത്. എന്തായാലും നോക്കാം. ഇവിടെ ഒരു വളവിലൊട്ട ഉള്ളതാണ്. പക്ഷേ ഈ പാത്രം ലൊട്ടയാണ്. കാര്യം പറയില്ല, അറിയാതെ ചെന്ന് ഇടിച്ച ലൊട്ട അപ്രതീക്ഷിതമായിട്ട് അവിടെ ഇരിക്കുകയാണ്. കാര്യം പറയാലോ. എന്തായാലും അങ്ങോട്ട് പോവാം. ഇങ്ങാട്ട് നമ്മൾ എത്താറായിട്ടുണ്ടാ മുത്തേനി. കുറച്ചുകൂടെ ഉള്ളു. ഇവിടെ എവിടെ അങ്ങാട്ട് ഇതെത്തിയെന്ന് തോന്നുന്നു കേട്ടോ. എത്തിയെന്ന് തോന്നുന്നു. നമ്മൾ കയറാറായെന്ന് തോന്നുന്നു. ഇനി അവിടെ വളമുണ്ടേ നോക്കാം. അതിനപ്പം നോക്കാം. എനിക്ക് നമ്മൾ എത്താറായെന്നാണ് തോന്നണം. ഓ ഓ പുറപ്പെടുന്നേ. എത്തിയിട്ടുണ്ടടാ മുത്തേ നമ്മൾ. എൻ്റെ വീട്ടിൻ്റെ അകത്തുണ്ടാ റിപ്പയർ ചെയ്യാനുള്ള സാധനം. എൻ്റെ വീട്ടിൻ്റെ അകത്ത് എനിക്ക് റിപ്പയർ വയ്ക്കാൻ പറ്റും, കയറ്റാൻ പറ്റും. ഷെഡ് പോലെ ഉണ്ടല്ലോ സാധനം. അത് ഞാൻ മറന്നുപോയി. വീട്ടിൽ കയറിയിട്ട് അതെനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ വീട്ടിന് അങ്ങോട്ട് പോകുമ്പം. അത് ഞാൻ ഓർത്തില്ല. കൺട്രോളൊക്കെ ഒട്ടയായി കിടക്കണം. കാര്യം പറയാമല്ലോ. നിൽക്കണ വിസാടെ ഇടിച്ച് കയറ്റല്ലേ എന്നെ. നിൽക്ക് നീ വെയിറ്റ് ആക്ക്. എന്തായാലും അങ്ങോട്ട് പോവാം. ഇനി ചാറ്റ് നോക്കാം. ആദ്യം എനിക്ക് അവിടെ വണ്ടി ഒന്ന് കയറ്റിക്കോട്ടെ. അതിനുശേഷം നമുക്ക് നോക്കാം. എന്തിനാ കിടക്കണ ഓണർ ഇടിക്കല്ല്. മുട്ട എന്ത് പറയട്ടില്ല ഒട്ട. വെയിറ്റാക്കെ. ഓണർ വന്നപ്പോൾ നീ അതിനകത്ത് എങ്ങനെ കയറിപ്പോയാ? ഓക്കെ. ഓണർ കയറട്ടെ. ഓണർ ഓക്കെ. ഉയ്യോ ലൊട്ട നമ്മളിപ്പുറത്തായി പോടാ. എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കണേ. എൻ്റെ പൊന്നെ നാശം പിടിക്കാൻ. എടാ അസുര, നീ തൊട്ട പോലെ മറ്റില്ല. ഇതിൽ തൊട്ട് കയറി വന്നതാണ് നീ ഇവിടെ ആയിപ്പോയടാ. ലൊട്ട തരം ഓർ വാട്ട്. ഞാൻ അസുരം കാണിച്ച പോലെ ഇപ്പോൾ കയറി പിടിച്ചാണ് ഈ ലൊട്ടയായി പോയത്. കുഴപ്പമില്ല, എന്തായാലും നോക്കാം. എന്തായാലും നമ്മളിപ്പോൾ അങ്ങ് എത്തുമല്ലോ, തൊട്ടടുത്തല്ലേ. അത്ര വെയിറ്റ് ആക്കണം, അങ്ങ് പോവല്ലേ. ഒരുപാട് സ്പീഡ് എടുത്താൽ ഇതും കേടി ഇടിക്കും. അതാണ് ഞാൻ പിന്നെ സ്പീഡ് ലിമിറ്റ് 50. നമ്മൾ 15 ഇപ്പോൾ പോയത്. എന്തായാലും കയറാം. ഇനി മറ്റേ ലൊട്ടയെ തൊട്ട അറിയാതെ കയറി തൊടല് അപ്പുറത്തായി പോകും. പിന്നെ അത് മതി സീനാവാൻ. എന്തായാലും കയറാമല്ലേ. വീട്ടിൽ കയറാം. ചെറിയ ഇനി വീട്ടിൽ കയറാം. വണ്ടി മഞ്ഞാടാ, അത് കുഴപ്പമില്ല, നമുക്ക് കയറാം. എല്ലാവരും വാ കയറ്. എല്ലാവരും വാടാ, വന്ന് കയറ്. മുത്തേ എൻ്റെ വീട്ടിലോട്ട് സുസ്വാഗതം. ഉള്ള പറയാല്ല, നമ്മളെ വീട്ടിലോട്ട് പയ്യന്മാർ വന്നിട്ടുണ്ടാ. എല്ലാവരും വന്നിട്ടുണ്ട് നമ്മളെ വീട്ടിലോട്ട്. എന്തൊരു അച്ചീവ്മെൻറ്റും കംപ്ലീറ്റ് ആയിരുന്നു. മെക്കാനിക് അച്ചീവ്മെൻറ്റും കംപ്ലീറ്റ് ആയിരുന്നു. ഇനി ഞാൻ ചാറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. നമ്മളെ പയ്യന്മാർ കുറേ ഹൗസ് വാമിങ് എല്ലാവരും വന്നോ?
അവിടെ ചാറ്റ് പോയിക്കോട്ടെ അവിടെ എത്ര എൻ്റെ അടുത്ത് ഇട്ടേക്കണം. ജാൻ ഫിനിഷ്. ഞാൻ ഇന്നലെ മുതലാണ് ലൈവ് കാണാൻ തുടങ്ങിയ, ബട്ട് കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ട് മടുപ്പാകും. അങ്ങനെ കണ്ടൻറ് എന്ന രീതിയിൽ ചെയ്യാൻ നോക്കണ്ട. നമ്മൾ കുറച്ച് ഫണ്ണായിട്ട് എല്ലാവരും ഇവിടെയൊക്കെ വന്ന് നമ്മൾ നമ്മുടെ യാത്ര പോവും, അവിടെയൊക്കെ പോയി നിൽക്കും, ഇവിടെയൊക്കെ പോയി നിൽക്കും, അങ്ങനത്തെയാണ്. അല്ല ഒരു കണ്ടൻറ് വൈസ് അല്ല നമ്മൾ ചെയ്യണം, മനസ്സിലായില്ലേ? അതാണ് ഞാൻ എന്തായാലും നോക്കാം. നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാം. യോ ബ്രോ, താങ്ക്സ് ഫോർ ദ മണി. അപ്പു താങ്ക്സ് റാ. പിന്നെ ഓരോ പ്ലേസ് പോവാ, ഫോട്ടോ എടുക്കുക, അത് മാത്രം പോരാ, എൻ്റർടൈൻമെൻ്റ് ആക്കി ചെയ് ബ്രോ, അപ്പോൾ ഗ്രോത്ത് ഉണ്ടാവും. ഓടാ ഞാൻ ചെയ്യടാ. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ സെറ്റ് ആക്കണം. എന്തായാലും നോക്കാടാ, എന്തായാലും നോക്കാം. എന്തായാലും വന്നില്ല. സെനോക്സ് താങ്ക് യു ഫോർ ദ മണി ബ്രോ. എടാ എല്ലാവരും നമുക്ക് ഇങ്ങോട്ട് എറിക്കാം ബ്രോ. മാർക്കോ പറഞ്ഞോടാ. മാർക്കോ എന്തെല്ലാം മാർക്കോ? എക്സ്പ്ലെയിൻ ആൾസോ എല്ലാം. റൂം കാണിച്ച് താ. ഇതാണ് എൻ്റെ വീടെല്ലാം കണ്ടല്ല മുത്തേ. എനിക്ക് വന്ന് ഫോട്ടോ എടുക്കാം മുത്തേ. അങ്ങനെ അത് ഡബ്ല്യൂ ചേട്ടാ, ഇങ്ങനെ നിൽക്കണത് കൊള്ള പറയാമല്ലോ മുത്തേ. എന്താ ചെയ്യാ? ഇത് അറ്റ അടുത്ത ലൊട്ട ഇലയും കാരണം ലൊട്ട തരാം. ചേർന്നിക്കാം. എടാ ഇത് എന്ത് ഇലയൊക്കെ ഒന്ന് ലൊട്ടയാക്കണ്ട. നിൽക്കാം. ഓക്കെ സെറ്റ് മുത്ത ഇപ്പം സെറ്റായിട്ടുണ്ട്. ഉള്ള പറയാല്ല മുത്ത ഇപ്പം ഡബ്ല്യൂ ആയിട്ടുണ്ട്. ഇപ്പം ലൈവ് വന്നിട്ട് എത്ര നേരമായി? ലൈവ് വന്നിട്ട് 1 hour ആയിട്ടുണ്ടാ. വ്യൂസ് ഇല്ലടാ. വ്യൂസ് പൂച്ചയോടാ. വ്യൂസ് എന്തില്ലാത്ത? ഫോട്ടോ സെറ്റ്. ഇതെന്തൊരു സാധനം ഇവിടെ കാണിച്ചത്? എല്ലാവരും ഫുഡ് എടുത്ത് കഴിച്ചോ? ഇതെല്ലാവരും അസുരൻ. റൂം കൊള്ളാം. നിക്ക് വാ. ആരെങ്കിലും എൻ്റെ BMW വിസാഡ്. ആരെങ്കിലും എൻ്റെ BMW ജിം. ഇവിടെ വന്നില്ല അവന്മാര്. കാണാൻ പറ്റണല്ലോ ലൊട്ട.
എടാ അവരൊക്കെ ഇറങ്ങി പോയാ റൂമിൽ? ഇല്ല 7 പേരുണ്ടല്ലേ. റസീബ് 5 lakh. താങ്ക് യു അശ്വിൻ ബ്രോ, താങ്ക് യു ബ്രോ. റോൾസ് റോയ്സ് അടുത്തിട്, ബാക്ക് റിവേഴ്സ്. വാ താഴെ പോവാ. വാ താഴെ പോവാം. വാടാ വാ 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 വാ. ടി വി ടി വി ടി വി ടി വി ടി വി. എല്ലാവരും പറ്റുന്ന പൈസ റെഡ് ഫോക്സിന് അയച്ചു കൂടെ. ഹൗസ് വാമിങ് അല്ലേ? എന്തോ അതൊക്കെ എന്തോ അന്നും വേണമെന്നില്ല. അത്യാവശ്യം പൈസ നമ്മളെ കയ്യിലുണ്ട്. അതൊക്കെ എന്തായിരിക്കും? അങ്ങനെയൊന്നുമില്ല മുത്തേ. അതൊക്കെ എന്തോന്നാ എന്തോന്നങ്ങോട്ട് കാണിക്കാം. ഞാൻ എന്തിനാ അത്രയും പൈസ അയക്കണ്ട? അതൊന്നും കുഴപ്പമില്ലടാ. മതി 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 മതി. ഓ 2 ഇടത്തും ടി വി ഉണ്ടല്ലേ? ഞാൻ ഇതിപ്പോഴാണ് കാണുന്നത്. വീട് ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെയാണ് കാണുന്നത്. എടാ 500 കോയിൻ കൊടുത്താൽ കൺലോക്ക് ആവുമല്ലേ? ഇതൊക്കെ ഉണ്ടല്ലേ? ഓ 500 കോയിൻ ചുമ്മാ അല്ല. എടാ ഇതൊക്കെ മതിയടാ. നിങ്ങൾ പൈസ അയച്ചാൽ മതി, കുഴപ്പമില്ല. ഹൗസ് വാമിങ്ങൊന്നും കുഴപ്പമില്ലടാ മുത്തേ. ഒന്നും കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അതിനൊക്കെ എന്ത്? അതൊക്കെ പൈസ സെറ്റാക്കാന്നല്ലേ ഉള്ളൂ. അതെല്ലാം എന്തരാണ്? അതൊക്കെ മതി മതിയടാ. മതി മതി മതി. ഒന്നും കുഴപ്പമില്ല മുത്തേ. ഒന്നും കുഴപ്പമില്ല. ഹൗസ് ഹൗസ് എങ്ങ ഐ ഡി കണ്ട ഇതാണ്. സൈഡിൽ കണ്ടല്ലേ ഐ ഡി ഇതാണ്. സെർവർ ഇന്ത്യ. പാസ്വേഡ് 7777. വിട്ട എടാ ഇങ്ങോട്ട് പോവാം. എല്ലാരും എടാ എൻ്റെ വണ്ടിയാ? എൻ്റെ വണ്ടി എവിടെ? ഇവിടെ അവിടെ കിടപ്പുണ്ട്. ഇതല്ലല്ല എൻ്റെ വണ്ടി. ഇവിടെ ഇതല്ലേ എൻ്റെ വണ്ടി? എന്തായാലും നോക്കാം. ഓ പുറപ്പെടുന്നേ. അവിടെ ഇത് കൺട്രോൾ പാട് കേട്ടാ. ഉള്ള പറയാലോ മുത്തേ. എടാ ഇടിച്ച് ഇതാക്കല്ലടാ. ഓക്കെ പോട്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ അവിടെ ടവർ കാണാൻ പോവുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഇനി പരിപാടി മുത്തേ. എന്തായാലും നോക്കാം. ഇത് വളഞ്ഞ് പോകണ്ട. ഇതെന്ത് ലൊട്ടാ. നോക്കട്ടെ. കൺട്രോൾ എത്തി പാട് കേട്ടാ. മറ്റേ
ഇതിൻ്റെ പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മറ്റേ എഞ്ചിൻ്റെ ആണെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെയും കൂടെ ഇതാണ്. മണ്ണേ നമ്പി മരമിരിപ്പൂ ഞാനും ഞാനേ ഞാനോ മരത്തെ നമ്പി പൂവിരിപ്പൂ ഞാനും ഞാനേ ഞാനോ പൂവേ നമ്പി മരമിരിപ്പൂ. എടാ എന്ത് ലൊട്ട ഇത് കണ്ട ഉള്ള പറയല്ലേ മുത്തേ, ഇതെന്ത് ലൊട്ടേന്നാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാനുള്ള ഇവിടെ എവിടെ വഴി കാണിച്ചടാ? ആ ഇങ്ങോട്ട്. എടാ എല്ലാവരും വാ ചാറ്റേ, എല്ലാവരും വാടാ. നമുക്ക് ഇവിടെ പോയിട്ട് ഇത് ഇതാക്കാം, സെറ്റാക്കാം. എല്ലാവരും കൂടെ ഇവിടെ വാ. വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിടട്ടെ. ഓ ഇടിച്ച് ഒരു പരിപാടി. എല്ലാവരും കൂടെ വന്നപ്പം സീനായി. എന്തായാലും നോക്കാം. ഹായ് MMZ ഫസ്റ്റ്. ഹായ്ഡാ ഹായ്. ഇങ്ങോട്ട് കയറാം. എടാ അവന്മാരൊന്നും വന്നില്ലേ? എല്ലാവരും വന്നല്ല. 2-3 വണ്ടിയിലേ കാണാവുള്ളൂ. 3-5 വണ്ടിയുണ്ട്. എടാ എല്ലാവരും വാ. അവിടെ ചുമ്മാ എന്ത് ചെയ്യാം? ആ വണ്ടി കൊണ്ടിടാനല്ലേ? ആ വണ്ടി കൊണ്ട് കേട്ട്. എടാ ഞാൻ ഇതിന് മുന്നേ ഇവിടെ ഇതുവരെ വന്നിട്ടില്ലേ? ആദ്യം കയറിപ്പോ ഞാൻ കയറാം. ടോപ്പ് കൊള്ളാം. അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഒന്ന് കൂട്ടിയിട്ട് പോയിട്ട് ഈ സാധനം കൂട്ടിയിട്ടാലേ സെറ്റാവും. റാം റേറ്റ് 90 ഇടുന്നുണ്ട് മുത്തേ. ഡബിൾ യുവർ വാട്ട് മുത്തേ. റോക്കി പറഞ്ഞോ റോക്കി. MMZ പറഞ്ഞോ. അദ്വൈ DT പ്രോ പറഞ്ഞോടാ. അദ്വൈത് എന്തല്ല ലൈൻ ആയി നിൽക്ക്. ഫോട്ടോ ഇത്തിരി ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഡ്രസ്സ് വാങ്ങി പുതിയ വണ്ടി ഒരെണ്ണം വാങ്ങിച്ചായിരുന്നടാ. വേൾഡ് സെയിലിൽ നിന്ന് പൈസ കിട്ടി. ലൈവിൻ്റെ തുടക്കം നോക്കിയാൽ നിനക്ക് കാണാൻ പറ്റുമോടാ. കോയിൻ കിട്ടിയോടാ. വേൾഡ് സെയിൽ 2 വണ്ടി വിറ്റെന്ന് വെച്ചാൽ വേൾഡ് സെയിലിട്ട് സെറ്റാക്കി എടുത്തടാ. കോയിൻ കിട്ടി. ഇപ്പം അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. ഇനി അടുത്ത വണ്ടി സെറ്റാക്കിയാലേ പറ്റൂ. വേൾഡ് സെയിലിനിടാൻ ഇനി വണ്ടിയില്ല. വണ്ടി സെറ്റാക്കണം. അതിന് ഏതെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാൻ എടുത്തിട്ട് സെറ്റാക്കാം. ഏതൊക്കെ ഇട്ടെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ അരുൺ പണിഞ്ഞൊരു വണ്ടി ഉണ്ടല്ലോ, അതും ഇട്ട്. പിന്നെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു നമ്മളൊരു സബ്സ്ക്രൈബർ ഇന്നലെ ലൈവിൽ കയറി നമ്മുടെ സബ്സ്ക്രൈബർ പയ്യ ഒരു വണ്ടി വന്നായിരുന്നു, ഒരു അനിമേര സാധനം. അതും ഇട്ട്. അതാണ് പെട്ടെന്ന് വിറ്റുപോയത്. ആരെയും വരാമല്ലോ. അത് ഭയങ്കര നല്ലതായിരുന്നു. അത് സത്യം പറഞ്ഞാൽ HP അതിൻ്റെ ഹോഴ്സ് പവറൊക്കെ ഭയങ്കര ഹോഴ്സ് പവറായിരുന്നു. ഞാൻ ചെയ്തു തരാം. നീ അത് റൂമിൽ കയറാം. എന്തായാലും റൂമിൽ കയറി. നമ്മൾ കണ്ട പയ്യന്മാരിലൂടെ നിൽക്കുവാണ്. ഇത് ന്യൂ അച്ചീവ്മെൻറ്റ്. മുത്തേ ഡബിൾ യുവർ വാട്ട് മുത്തേ. ഉള്ള പറയാല്ലേ. മാപ്പ് ഏതാ? മാപ്പ് മറ്റില്ല സിറ്റി 2 കഴിഞ്ഞൊരു മഞ്ഞുള്ള ഇടം ഉണ്ടല്ല, സിറ്റി 2 അങ്ങോട്ട് പോണ ഇടത്ത് അവിടെയാണ് മാപ്പ്. അതിൽ ഈ ഗോപുരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കണം. സിറ്റി ആണോ ഇട്ടത്? എടാ സിറ്റി അല്ല, നമ്മൾ ആദ്യം ഡെസർട്ടാണ് ഇട്ടത്. എന്നിട്ട് അവിടെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് എത്തി പലയിടങ്ങളിലും പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഡെസർട്ടാണ് ഇട്ടത്. പിന്നെ ഇങ്ങോട്ട് വന്ന് ഈ സ്ഥലം കാണിച്ചിരുന്നത്. ഇതാണ് സ്ഥലം കണ്ടോ? ഇതാണ് സ്ഥലം. നമ്മളിവിടെയാണ് നിൽക്കണം.
ഇനി കുറച്ച് ഇമോജിനി വാങ്ങണം, കാര്യം പറയാല്ലേ. ഡാൻസ് എങ്കിൽ ഡാൻസ് മുത്തേ, അതെങ്കിൽ അത് തന്നെ ബ്രോ. വേറെ വേറെ ഇട്, ഞാൻ അവിടെ വരൂ ബോ കുറേ ആകും. ഹായ് എടാ, നമുക്കെങ്കിൽ വേറെ സിറ്റി പോയാലേ, സിറ്റിയിലോട്ട് വരട്ടാ. ഇപ്പോൾ എത്ര കോയിനുണ്ട് എടാ? ഇപ്പം 425 കോയിനും 19 ലക്ഷം രൂപയുണ്ടോ ചാറ്റ്? 19 ലക്ഷം രൂപയും 425 കോയിനും ഉണ്ട്. നമുക്ക് പോയാലോ? എന്നാവാ, ഇപ്പം താഴെ എങ്ങനെ? ആ വണ്ടിയിൽ തൊട്ടാൽ പോരെ. ഓ F1 വണ്ടി ഉണ്ടാ? അത് മുത്തേ ഡബിൾ കേട്ടോ. F1 വണ്ടി ആരുടെ കയ്യിലിരിക്കണ? ഓ F1 വണ്ടി എൻ്റെ ഇല്ല, അതെനിക്ക് വാങ്ങിക്കാൻ പറ്റൂല. ആ പൈസയാണ്. സെറ്റാക്കാം. എന്നെങ്കിൽ നമുക്ക് നോക്കാം, അത് തന്നെ. ഓക്കെ, എന്തായാലും എൻ്റെ വണ്ടി എവിടെ? വണ്ടി ആരെങ്കിലും ഇരിപ്പുണ്ടാ? ഇതിൽ ആരെങ്കിലും ഉണ്ടാ? ഞാൻ വിളിച്ച ആരെങ്കിലും ഉണ്ടെന്ന്. ഓക്കെ, എടുത്തോണ്ട് പോവാ. എടാ ഈ ബുഗാട്ടിയാണ് ഞാൻ വാങ്ങിച്ചത്. അരുൺ പി നായർ, ഹലോ. എൻ്റെ ഉണ്ട് F2. ഓക്കേടാ, ഓക്കെ. അത് റിയൽ മണിയാണ്ടല്ലേ എടാ? റിയൽ മണിയാണ്ടല്ലേ? ഓ അത് മുത്തേ ഇപ്പോൾ എൻ്റെ പൈസ ഒന്നും ഇല്ല, അതാണ് സെറ്റ്. അത് സെറ്റ്. ഭാവി എന്തെങ്കിലും നമുക്ക് വാങ്ങിക്കാം. ഭാവി നോക്കാം. എടാ ഈ വണ്ടി കൺട്രോളിങ് നല്ല പാട് കേട്ടോ, ഉള്ള പറയാല്ലേ മുത്തേ. ഭയങ്കര കടുകട്ടി പാടെന്ന് വെച്ചാൽ കടുകട്ടി പാട്. എൻ്റെ ഈ ബുഗാട്ടി ഇപ്പോൾ എടുത്തേ ഉള്ളൂ, ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് കൂടെയാണ് ഇപ്പോൾ ഈ കൺട്രോളിങ്ങും ആണെങ്കിൽ ഈ ടയറിൻ്റെ സാധനമാണെങ്കിൽ എഞ്ചിൻ്റെ സാധനമാണെങ്കിൽ ചെയ്യാനുണ്ട്. മോഡിഫിക്കേഷൻ പ്ലസ് എല്ലാം ചെയ്യാനുണ്ട്. ID സെർവർ പിൻ ചാറ്റ്. എടാ ID സെർവർ പിൻ ചാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ വേറെ യൂട്യൂബിൽ ചെയ്യണം കണ്ടിട്ടുണ്ട്, പക്ഷേ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ആ പിൻ ചെയ്യണ പരിപാടി എനിക്ക് സെറ്റാക്കണം. അത് ഞാൻ പോയി നോക്കി ഇനി അടുത്ത ലൈവുകളിൽ ചെയ്യാൻ നോക്കടാ. എടാ ചാറ്റ് കുറേ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, അത് ഞാൻ നോക്കാം കേട്ടോ. അതിപ്പോൾ ആദ്യം ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഞാൻ സിറ്റി പോവാം. സിറ്റി പോയിട്ട് നോക്കാം, സിറ്റി ഒന്ന് എത്തിക്കോട്ട്. ഇല്ല വണ്ടി ഓടിച്ച് നമ്മൾ ഏതെങ്കിലും കുണ്ടും കുഴിയിലോട്ട് ചെന്ന് വീഴും, അതുകൊണ്ടാണ്. അത് എൻ്റെ നോക്കാമേ. ലോട്ട ഇതെന്ത് കൺട്രോളിൻ്റെ പാടെന്ന് വെച്ചാൽ മുത്തേ ഉള്ള പറയാല്ല. ഇവിടെ പോവാം. ഓക്കെ, സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിറ്റിയിലോട്ടാണ് വരാൻ പോണ മുത്തേ. എടാ ചാറ്റ് കുറച്ച് വരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ ചാറ്റും ഞാൻ സിറ്റി എത്തിയിട്ട് വായിക്കാം കേട്ടോ. അവിടെ എത്തിയിട്ട് നോക്കാം. കാരണം ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ ഉപയോഗിച്ചോടെന്ന് പറഞ്ഞില്ല, അതേപോലെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാറ്റ് നോക്കാൻ പോയാൽ വണ്ടി വല്ല കുഴിയിലാണ് കിടക്കും. എൻ്റെ കൂടെ ഒരെണ്ണന്മാരും കൂടെ വീഴും. അതുകൊണ്ടാണ് ഞാൻ മാത്രം ഒറ്റയ്ക്കല്ല പോകണം, എൻ്റെ പിന്നാലെ എന്നെ കറക്റ്റ് ഫോളോ ചെയ്ത് വരണമാർ കുറേ എണ്ണം ഉണ്ട് കണ്ട. അവന്മാരും വീഴും, ഞാനും വീഴും. അതുകൊണ്ടാണ് ചാറ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണെങ്കിൽ വണ്ടി കൺട്രോളിങ് പാടാ, സെറ്റാക്കണം. ഹോലടിച്ചിട്ട് പോവാം. അപ്പോഴത്തേക്ക് ജസ്റ്റ് 2 സെക്കൻഡ് കാണുമല്ലോ ചാറ്റ് നോക്കാൻ. റീഫോലി ഞാൻ നോഡാക്കി തരാം. റിച്ച് മാൻ CPM ബ്രോ. എടാ റിച്ച് എന്ന് വെച്ചാൽ ഇപ്പം തുടങ്ങിയോളാ നമ്മൾ. എടാ ഇത് ആര് കൊണ്ട് കയറ്റിയാ? എടാ ഞാൻ ഫൂൽ അടിക്കുമല്ലേ എടാ. റൂം ID വേറെ. ആ റൂം ID അറിയാലോ നിനക്ക്, 7777. പാസ്വേഡ് ആണ് 7777. കൺട്രോളിങ് ഉണ്ടല്ലോ മുത്തേ. ഇതിൻ്റെ ലോട്ട ടയറിൻ്റെ സാധനം സെറ്റാക്കാറുണ്ട്, അതുപോലെ തന്നെ എഞ്ചിൻ്റെ ലൊട്ടയും സെറ്റാക്കാറുണ്ട്. ഉള്ള പറയാമല്ലോ. ഓക്കെ വന്നെന്ന് തോന്നുന്നു കേട്ടോ, വന്നെന്ന് തോന്നുന്നു. and 10,000 പാട്ട. എന്തായാലും അങ്ങോട്ട് പോവാം.
എൻ്റെ കാറ് കൊള്ളാം, അവിടെ കൊള്ളാം നിൽക്കുക, ആദ്യം അങ്ങ് എത്തിക്കോട്രാ. ഇതിപ്പോൾ ഒന്നിനും സമയമില്ല, ചാറ്റ് വായിക്കാനും സമയമില്ല, ചാറ്റ് ചെയ്യാനും സമയമില്ല മുത്തേ. ഓ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണ കാര്യമുണ്ടല്ലോ മുത്തേടാ. എൻ്റെ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി ആരെങ്കിലും ഒന്ന് ഫുള്ളി പണിഞ്ഞെടുത്ത് തരണേ. ഞാൻ മിക്കവാറും ആർക്കെങ്കിലും ഇപ്പോൾ തരാം. ഇത് മൊത്തത്തിൽ ഇനി കൺട്രോളിങ് ആണെങ്കിലും വിഷയം തന്നെ, ബാക്കി വണ്ടി പോലെ അല്ല ഇത്. എത്തിയിട്ടുണ്ട്, സിറ്റി എത്തിയിട്ടുണ്ട്. എടാ എല്ലാവരും സിറ്റി വാട്ടാ. വച്ചങ്ങ് പിടിക്കുക, അത് തന്നെ ലോട്ട. അങ്ങോട്ട് കയറ്റി നിർത്താം, അങ്ങോട്ട് കയറ്റി നിർത്താം. എടാ ലാഗ് അടിക്കണോട്ടാ, ചെറിയ ലാഗ് അടിക്കണുണ്ട് ലോട്ട. ഇത് എന്തോന്ന് കഷ്ടോടാ. എടാ നിങ്ങൾക്ക് കാണാൻ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞു കേട്ടോ. എനിക്ക് ചെറിയ ഒരു ലാഗിൻ്റെ ആ ഒരു ഇതുണ്ടല്ലേ ലൊട്ടത്തരം, അതുണ്ട്. ഉള്ള പറയാലോ മുത്തേ, എന്ത് ലൊട്ടേന്നാണ്. വണ്ടിയൊക്കെ ഇടിച്ചിട്ട് വരുവാ, സെറ്റാക്കാം. ഞാൻ ചാറ്റ് നോക്കിയോട്ട്. അല്ലേ വണ്ടി ഒന്ന് ഇതാക്കിയിട്ട് നോക്കാമല്ലേ, അത് തന്നെ. എന്തൊക്കെ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയെന്നാണ് കാണിക്കണം, അറിഞ്ഞൂടാ. ഈ കൊടുത്തിട്ട് ഇറങ്ങാം. ചാറ്റ് പോയിക്കോട്ടെ. റിച്ച് മാൻ വന്നു. ബ്രോ റൂം ഒന്ന് വേർ ഐ ഡു ഇത് മനസ്സിലാട്ടാ. റിച്ച് മാൻ വന്നു. എന്താ മോനെ റൂം ഐ ഡി വേറെ. റിച്ച് മാൻ വന്നു. അദ്വൈത് അരുൺ. റിച്ച് മാൻ, ഓ മൈ ഗോഡ്. റിച്ച് മാൻ വന്നു. റിച്ച് മാൻ വിൽ യു ഗീവ് കാർ. റോച്ച് മാൻ CPM. റിച്ച് മാൻ വലിയ യൂട്യൂബറാണ്, അറിയില്ലേ? എടാ സോറിടാ, ഞാൻ അങ്ങനെ ഈ CPM യൂട്യൂബേഴ്സിനെ വലുതായിട്ട് അറിഞ്ഞൂടാ. സോറിടാ മച്ചാനെ, ആരാണോ എനിക്ക് അത്രയ്ക്ക് അറിവില്ലടാ. ഞാൻ നോക്കാം കേട്ടോ മച്ചാനെ, ഞാൻ അങ്ങനെ CPM യൂട്യൂബേഴ്സിനെ വലുതായിട്ട് ഫോളോ ചെയ്യാറില്ല. എനിക്ക് മച്ചാൻ ഇപ്പോഴാണെങ്കിൽ ആദ്യമായിട്ട് കേൾക്കണം. റിച്ച് മാൻ അല്ലേ, ഞാൻ സോറി. റിച്ച് മാൻ CPM പ്ലീസ്, ഐ നീഡ് 1 കാർ ബ്രോ. ഓഫ് റോഡ് ടയർ ഇട്ടാൽ മതി. മോഡ് ആക്കി തരൂ വണ്ടി. ബ്രോ വലിയ യൂട്യൂബർ വന്ന് ബ്രോയുടെ സ്ട്രീമിൽ. എൻ്റെ സ്ട്രീമിൽ വലിയ യൂട്യൂബർ വന്നെന്നാ. എടി റിച്ച് മാൻ സോറി മച്ചാനെ, ഞാൻ നിന്നെ ഇതാക്കണമല്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ഈ CPM കളിക്കാൻ തുടങ്ങിയ 2 ദിവസം മുന്നെയാണ്. ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ലടാ, അതുകൊണ്ടാണ് കേട്ടോ. അറിഞ്ഞുകൂടാ മച്ചാനെ, സോറി കേട്ടോ. അതെ ഞാൻ തരാൻ പറഞ്ഞ് സ്നേഹം മാത്രം. താങ്ക് യു മച്ചാനെ, താങ്ക് യു. മെനു അടിച്ച് നോക്ക് ബ്രോ. ഓക്കെ ബൈ, ടുനൈറ്റ് ലൈവ് ഉണ്ടാവും. ഞാനാണെങ്കിൽ വണ്ടി തന്നായിരുന്നീ. റൂം വേറെ ഇട്, ഞാൻ വരാം ബ്രോ. ചാറ്റ് നോക്ക്, റൂം ഇട്, ഞാൻ മോഡാക്കി തരാം ബ്രോ. റൂം ഒന്ന് വേർ ഇടുമോ ബ്രോ? എൻ്റെ വണ്ടി ഞാൻ തന്നു, എക്സ്ചേഞ്ച് അടിച്ചു ബ്രോ വണ്ടി എനിക്ക് തന്നാൽ മതി ഇപ്പോൾ. ഞാൻ വണ്ടി തന്നു ബ്രോ. റൂം എടാ ഞാൻ പോരാം. റാങ്ക് കൂടിയ കാണും ബ്രോ. റൂം ഓൺ വെയർ ബ്രോ? മലയാളി യൂട്യൂബറാണ്. എൻ്റെ വണ്ടി ബ്രോയുടെ കയ്യിലാണ്. വേറെ ആർക്കും കൊടുക്കല്ലേ. അരുൺ പി നായർ. എടാ നീ എപ്പോൾ എനിക്ക് വണ്ടി തന്ന്? ഇതാണാ KL കിച്ചു? ഇതാണാ? എന്തോ അറിഞ്ഞൂടാ. ഇപ്പം ഇനി 48 വണ്ടിയുണ്ട് മച്ചാനെ. ബിഗ് കാര്യമാണ്, വലിയ കാര്യമാണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്രയും വണ്ടി എടുക്കാൻ പറ്റിയ കൂടുതൽ. നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മച്ചാനെ. എനിക്കിപ്പോൾ വേറെ ആവശ്യമൊന്നുമില്ല. എനിക്ക് അക്കൗണ്ട് ഗിവ് അവേ ഒക്കെ ചെയ്യുന്നതാണ്, മോഡിഫൈ ചെയ്ത് തരാം ബ്രോ. റൂം ഓൺ വേർ ഡ്യൂമോ? ഇത് അതെ ബ്രോ, അതെ എൻ്റെ വണ്ടിയാണ്. റിച്ച് മാൻ CPM ബ്രോ, എനിക്ക് സത്യം പറഞ്ഞാൽ നിന്നെ അറിഞ്ഞുകൂടാ. ഞാൻ
ലൊട്ട പറയണേ അല്ലടാ, ഞാൻ ഈ CPM യൂട്യൂബേഴ്സിനെ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇപ്പോഴല്ലേ കളി തുടങ്ങിയ. എനിക്ക് കുറച്ച് 1-2 പേരൊക്കെ അറിയുള്ളായിരുന്നു. ഓക്കെ, മച്ചാൻ്റെ ചാനൽ ഞാൻ കയറി നോക്കാം കേട്ടോ. റിച്ച് മാൻ CPM അല്ലേ, നോക്കാം. KL കിച്ചു ആണ്. ഓക്കെ, KL കിച്ചു നോക്കാം. മാറി യെല്ലോ ബ്രോ. എടാ പറയടാ ഇപ്പം എന്തിനായിട്ട് ബ്രോ? ബുഗാട്ടി ഡിസൈൻ മാറി യാൽ ഞാൻ ബ്രോ. ഇറ്റ്സ് ഓക്കെ, ചെറിയ യൂട്യൂബർ ആണെന്നാ എന്തോ എനിക്ക്. എന്തായാലും ഞാൻ കേട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ മച്ചാനെ. ഞാൻ ഒരുവിധം അറിയാവുന്നവരൊക്കെ ഫോളോ ചെയ്ത് വയ്ക്കും. അപ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടാക്കാൻ വേണ്ടിയിട്ടേ, ഈ ഗെയിമിൻ്റെ അത് ഫ്രണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോളോ ചെയ്ത് വയ്ക്കാറുണ്ട്. കൊടുക്കല്ലേ, വേറെ ആരും കൊടുക്കല്ലേ, ഡിസൈൻ മാറിയല്ലോ. എടാ ഞാൻ നിൻ്റെ മറ്റേ KL കിച്ചു ഞാൻ നിന്നിന് കൊടുക്കണ? നിൻ്റെ വണ്ടി ഇതേണ്ടി KL കിച്ചു അല്ലേ? ഞാൻ നിന്നെ കൊടുക്കണ ആർക്കെങ്കിലും? നീ എനിക്ക് തന്നില്ലേ, ഞാൻ നിന്നെ കൊടുക്കണ ആർക്കെങ്കിലും? എനിക്ക് ചുമ്മാ വട്ട. എടാ പിന്നെ ഈ ബസ് തന്ന മച്ചാനുണ്ടല്ലോ, അവനോട് ഒരുപാട് നന്ദി കേട്ടോ. ആ പ്ലെയർ 657, ഒരുപാട് നന്ദി. ബസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നീ തന്ന ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടു പോയ ബസ് തന്നെ നീ എനിക്ക് തന്ന്. താങ്ക്സ് മച്ചാനെ. ബുഗാട്ടി ഡിസൈൻ മാറി. ഞാൻ എൻ്റെ വണ്ടി എക്സ്ചേഞ്ച് അടിച്ചെന്നാ. ഓക്കെ. എടാ എൻ്റെ ഈ ഇപ്പോൾ ഉള്ള ഈ വണ്ടി ഉണ്ടല്ലോ, ഓക്കെ ഇതല്ല മച്ചനെ മാറിപ്പോയി. എടാ ഇതുമല്ല എൻ്റെ മറ്റേ ഇതെവിടെ? ബുഗാട്ടി എവിടെ മച്ചാനെ? എടാ ഇപ്പം ഞാൻ വാങ്ങിച്ച വണ്ടി എവിടെ? അതെവിടെ പോയി? അത് കളഞ്ഞു പോയാ? എടാ ഞാൻ ഇപ്പോൾ വാങ്ങിച്ച വണ്ടി എവിടെ? അടിപൊളി, അതെവിടെ പോയി? ഞാൻ ഓർത്തില്ലടാ. മനസ്സിലായി. ഓക്കെ. ഞാൻ എക്സ്ചേഞ്ച് ആണല്ലേ അടിച്ച, അതാണ് എനിക്ക് സംശയം. വണ്ടി എവിടെ പോയി ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. ഓക്കെടാ മനസ്സിലായി. എക്സ്ചേഞ്ച് അടിച്ചാണല്ലോ. ഇപ്പം കത്തി സുമിൻ. ഓക്കെ, താങ്ക് യു ബ്രോ. മറ്റേ ബുഗാട്ടി എൻ്റെ കയ്യിൽ. ഓക്കെടാ അരുണേ. ഓക്കെ മനസ്സിലായി ബ്രോ. എക്സ്ചേഞ്ച് അടിച്ചില്ലേ അരുണേ? നീ അത് പണിഞ്ഞോണ്ട് നീ പണിയണുണ്ടോ നീ? ഇത് കൊള്ളാം കേട്ടോ, ഇത് കൊള്ളാം. ഈ KL കിച്ചു എന്നുള്ള സാധനം മാറ്റണം. KL കിച്ചു മാറ്റി എൻ്റെ പേരാക്കാം, സെറ്റാക്കാം. റെഡ് ബുഗാട്ടി 6 അത് ഇവന് അരുണിന് ഞാൻ എക്സ്ചേഞ്ച് അടിച്ച്. ഇത് നൈസ് വണ്ടിയിൽ, ഇത് കൊള്ളാം. ബസ് ഓക്കെ, ബസ് വേണ്ട. വണ്ടി ഇതല്ല. ഇതെന്തിനാ? ഇതിൻ്റെ കാര്യം ഞാൻ സെയിലിൽ ഇട്ടായിരുന്നു. സെയിലിന് റിജക്റ്റ് ആയത് ലൊട്ട. അതിന് വേറെ ഒന്നുകൂടെ ആക്കണം. ഇപ്പോൾ ഇത് കിടക്കട്ടെ. ആരെങ്കിലും എനിക്ക് സൈറം വെച്ച് തരുമോ? എനിക്ക് എടുത്തോ. ഇത് എന്താ? ഇത് ബ്രോ എടുത്തോന്നാ? ഓക്കെ. ഓക്കെടാ, സെറ്റ്. മനസ്സിലായി. എടാ ഇപ്പോൾ 8 പേര് ലൈവ് ആണുണ്ട്. പോലീസ് ലൈറ്റ്. എടാ മഷൂദ് പോലീസ് ലൈറ്റ് വെക്കണതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. കാര്യം പറയാമല്ലോ. എടാ ഇപ്പോൾ 19 ലക്ഷം രൂപ 425 കോയിനുണ്ട്. നെയ് മാറ്റിക്കോ. ഇന്നലെ തന്ന ആ G-Wagon എടുക്ക്. നീ തന്ന വണ്ടി ഇവിടെ. എടാ കുറേ പേര് വണ്ടി തന്നു കേട്ടോ, ഉള്ള പറയാനല്ല. അതിൽ ഏതൊക്കെ എവിടെ കിടക്കണമെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല. ഇനി നോക്കണം ഓരോന്നായിട്ട്. ഇത് കൊള്ളാം, എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്ത് ഹെഡ്ലൈറ്റിൻ്റെ സാധനം വെച്ചാണ്ടല്ലോ, ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഉള്ള പറയാലോ മുത്തേ. എടാ ഇപ്പോൾ റൂം ഇടണോ മച്ചാനെ? കാര്യം ഇപ്പം മറ്റേ റിച്ച് മാൻ CPM പോയാ? റിച്ച് മാൻ CPM നിങ്ങളെ പറഞ്ഞ. എടാ നിങ്ങൾ റിച്ച് മാൻ CPM റിയലി യൂട്യൂബറാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ. കാര്യമായിട്ടും ഞാൻ ഇപ്പോഴാണ് കേൾക്കണത്. കാര്യമായിട്ട് പറഞ്ഞാണ് അദ്വൈതേ അരുണേ? കാര്യമായിട്ടും യൂട്യൂബർ ആയിരുന്നല്ലേ? ആ വണ്ടി സീനാണ്. അതെ, ഓക്കെ. എടാ ഒരു യൂട്യൂബർ നമ്മളെ ലൈവ് ഫസ്റ്റ് ടൈം വന്നല്ലേ? എനിക്ക് ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കിയോട്ടെ അവനെ പോയിട്ട്. ഞാൻ 9 മില്യൺ തരാമെന്നാ. അത് അവന്മാർ ചാറ്റ് ചെയ്യണം അങ്ങോട്ട്. ഞാൻ ഒന്ന് റിച്ച് മാൻ CPM എൻ്റെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയോട്ടെ കേട്ടോ. എനിക്കത് വിശ്വസിക്കാൻ പറ്റണല്ലടാ. എനിക്ക് എൻ്റെ ഈ ലൈവ് ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര സബ്ബുള്ള യൂട്യൂബറാണ്? വെറും 100-150 സബ്ബുള്ള ഒരു യൂട്യൂബർ അല്ലേ? നോക്കട്ടെ. റിച്ച് മാൻ CPM അല്ലേ? റിച്ച് മാൻ CPM അങ്ങനെ അടിച്ചാൽ കിട്ടുമല്ല.
റിച്ച് മാൻ CPM 801 സബ്സ്ക്രൈബേഴ്സ്. ഓ അതേണ്ട ലൈവ് റിച്ച് മാൻ CPM 2 കിട്ടി. കണ്ട് പറ്റിയില്ല. മണി ഏസ്റ്റിൻ്റെ സാധനമുള്ള യോ ബ്രോ കാര്യമായിട്ട് എൻ്റെ പൊന്നോ, ഞാൻ ഉള്ള പറഞ്ഞ എടാ അതിശയം. എടാ അതെനിക്ക് ഞാൻ എന്ത് പറയട്ട് മുത്തേ. എടാ റിച്ച് മാൻ CPM നമ്മളെ ലൈവ് വന്നേ. ഓ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഉള്ള പറയാൻ. ഇപ്പം ഞാൻ യൂട്യൂബിൽ മറ്റേ ഫോൺ യൂട്യൂബുകാർ നോക്കിയേ ഉള്ളൂ. കണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇഷ്ടപ്പെട്ടു. അത് സംഭവം കൊള്ളാം. ഡ്രോയിങ് യൂട്യൂബർ ലൈവൊക്കെ ഇടും. ലൈവാണ് 2 ദിവസം മുന്നേ ലൈവ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വണ്ടിയാ മറ്റേ ബെല്ല ചെയ്യാ അതിൻ്റെ വണ്ടി. കൊള്ളാം കേട്ടാ, കൊള്ളാം. ഇഷ്ടപ്പെട്ടു. കൊള്ളാം. വീഡിയോ കൊള്ളാമെന്ന് തോന്നുന്നു. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എടാ എൻ്റെ ലൈവ് എന്ത് വന്നാ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാ? ആ അണ്ണ എൻ്റെ ഫ്രണ്ടാണ്. ഓക്കേടാ ഓക്കെ. എൻ്റെ ലൈവ് എന്ത് വന്നാ നിങ്ങൾ ആരെങ്കിലും വല്ല ഇതാണ് മെസ്സേജ് ആണ് ഇട്ടാ? റെഡ് ഫോക്സ് യൂട്യൂബർ ഉണ്ട്, ഇന്ന ഇതാണ്, അങ്ങനെ വല്ലതും നിങ്ങൾ പറഞ്ഞാ? പിന്നെ എന്താ എൻ്റെ ലൈവ് വന്നാ? നമ്മളൊക്കെ ആ ചെറിയ യൂട്യൂബർ അല്ലേ, എന്ത് ലൈവ് വന്നാ? അത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. സത്യമായിട്ട് പറയാല, ഒട്ടും വിചാരിച്ചില്ല. അത് കൊള്ളാം അല്ലേ, അത് നൈസായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഓക്കെ റിച്ച് മാൻ ബ്രോ ഡബ്ല്യു കൊള്ളാം ഇഷ്ടപ്പെട്ട സംഭവം. ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നേനെ, ഒട്ടും പ്രതീക്ഷിച്ചില്ല. വേറെ യൂട്യൂബറൊക്കെ നമ്മളെ ലൈവ് വരണമെന്ന് വെച്ചാൽ ഇപ്പം എന്തിനു പറയും, വലിയ യൂട്യൂബർ തന്നെ സീനായി. വലിയ യൂട്യൂബ് വെച്ചാൽ എൻ്റെ ചാനൽ കണ്ട, എൻ്റെ ചാനൽ എത്ര സബ്ബാണുള്ള മനസ്സിലായില്ലേ? അപ്പം എന്തായാലും റിച്ച് മാൻ നല്ല വലിയ യൂട്യൂബർ തന്നെ. പിന്നല്ല ഇത്രയേ ഉള്ളൂ. എൻ്റെ ഡ്രൈവർ ഈ റാങ്ക് എത്രയാ? റാങ്കിൻ്റെ കാര്യം ഞാൻ നോക്കിയോട്ടെ. ഈ റാങ്കിൻ്റെ കാര്യം ചെറിയ CPM YT ലൈവിൽ വരാറുണ്ട്. ഞാൻ കണ്ട് 2 ദിവസം മുന്നേ ലൈവ് ഇട്ടേക്കണം കണ്ടാ ബ്രോ. ഇനി റേസർ റാങ്ക് ആവാൻ എത്ര കുറച്ചുകൂടെ ഇത് ആവുകയാണെങ്കിൽ റേസർ റാങ്ക് ആവും. അതെന്തായാലും എനിക്ക് അതല്ല ഞാൻ ഇപ്പം എന്തിന് പറയട്ടില്ല. വേറെ യൂട്യൂബറൊക്കെ നമ്മളെ ലൈവ് വരണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം എന്ത് പറയണം അതിന്? എനിക്ക് ഇപ്പോഴും ആ സന്തോഷം പോയില്ലടാ, അതാണ്. പക്ഷേ ഞാൻ നേരത്തെ വണ്ടി ഓടിച്ചു വരുന്നതുകൊണ്ട് ശ്രദ്ധിക്കാനും പറ്റിയില്ല. കുഴപ്പമില്ല. എന്തായാലും നോക്കാം വെച്ചാനെ, നോക്കാം. എടാ ഇപ്പം റൂം ഇടണോ? നിങ്ങൾ പറ, ഇപ്പം റൂം ഇട്ടപ്പോൾ നിങ്ങളൊക്കെ വരും. 7 പേര് ലൈവ് ആണുണ്ട്. ബിഗ് ഫാൻ അരുൺ, ബിഗ് ഫാൻ. ഓക്കെ. ആ മച്ചാൻ്റെ ചാനലിന് ഇതുകൂടെ പിന്നെ ഞാൻ പോയി നോക്കണം. എനിക്ക് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കണം. എടാ ഇപ്പോൾ റൂം ഇടണോ? നിങ്ങൾ പറ. റൂം ഇടട്ടാ? ഓക്കെ. ഏത് സെർവർ ഇന്ത്യ. ID കണ്ടല്ല, 250 പേര് ഓൺലൈൻ എന്നാണ്. 250 പേര് ഓൺലൈൻ. അതേപോലെ തന്നെ മൗണ്ടൈൻ റേസിങ്, ഓഫ് റോഡ് പോകണം. ഓഫ് റോഡ് പിന്നെ പോവാം. അരുൺ P നായർ ഇംഗ്ലീഷാണെന്നാ മലയാളി അല്ലേടാ? എടാ റിച്ച് മാൻ CPM മലയാളിയല്ലേ? ഇംഗ്ലീഷുകാരനാ? കാര്യമായിട്ടാണ്? അതൊന്ന് പോയി നോക്കണം കേട്ടോ. ഇനി നോക്കണം. എന്തായാലും ഇവിടെ സെറ്റാണ്. റൂം ഇടാം. സിറ്റിയാണ്. ട്രോഫി കിടക്കട്ട്. റിച്ച് മാൻ CPM ഇംഗ്ലീഷ് ആണല്ലോ. കാര്യമായിട്ട് ഇംഗ്ലീഷുകാരനാണോ? ഒരു ഇംഗ്ലീഷുകാരെ യൂട്യൂബർ നമ്മളെ ലൈവ് വന്നെന്നാ, നമ്മളെ ലൈവ് ചാറ്റിൽ വന്നെന്നാ. അത് എന്താണ് നടക്കണ ഇവിടെ? ഞാൻ 2-3 ദിവസം മുന്നേ ഗെയിം കളിക്കാൻ തുടങ്ങി. അതിനിടെ എന്തിനൊക്കെ നടക്കണം ഇവിടെ? അത്ഭുതങ്ങൾ തന്നെ കേട്ടോ, കാര്യം പറയാലോ മുത്തേ. അല്ല മലയാളിയാണെന്ന് നിങ്ങൾ പറയണം. ഒരാൾ പറയണം ഇംഗ്ലീഷാണെന്ന്, ഒരാൾ പറയണ മലയാളിയാണെന്ന്. എന്തായാലും നമുക്ക് നോക്കാം, പറയത്തില്ല. അതൊക്കെ പിന്നെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ശരി, മലയാളിയെങ്കിൽ മലയാളി, ഇംഗ്ലീഷുകാരനെങ്കിൽ ഇംഗ്ലീഷുകാരെ. നമുക്ക് എന്തായാലും ട്രോപ്പിക്ക് പോകണോ? ഇവിടെ ചെറിയ മഴയുടെ ഒരു ഇതുണ്ടോ? അതാണ് ഞാൻ ഇനി ഇതങ്ങനെ ചെയ്ത് ലൈവ് നമ്മൾ റൂമിട്ട് കയറുന്ന സമയത്ത് കറണ്ട് അങ്ങനെ പോയാൽ ചിലപ്പോൾ ഇനി ലൊട്ടയാവും എന്നാണ് ഒരു സംശയം. അതാണ് ഞാൻ ഇങ്ങനെ റൂം അല്ലെങ്കിൽ നാളെ ഇട്ടാൽ. ഇവിടെ ചെറിയ മഴയുടെ ഇതുണ്ടോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ മഴയുടെ ഒരു എരപ്പുണ്ടല്ലോ, എരപ്പ് ഇങ്ങനെ മറ്റേ വെള്ളത്തുള്ളി വീണതിൻ്റെ ലൊട്ട ഇതിവിടെ കൂടി വരുവാണ്.
നിങ്ങൾക്ക് ലൈവ് കിട്ടണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോളൂ. ഞാൻ നാളെ ലൈവ് ഇട്ടാൽ മതിയായി. നീ നാളെ ലൈവ് ഇടാം. എടാ നാളെ ലൈവ് ഇടാം. എടാ മനഃപൂർവ്വം വച്ചിട്ട് പോകണല്ലടാ, ഈ മഴ ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടാ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ലൈവ് കൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി മുത്തേ, ബിഗ് താങ്ക് യു. അപ്പോൾ എന്തായാലും ശരി, ലൈവ് എൻഡ് ചെയ്യുവാണ്. സോറി മലയാളിയാണ്. ഓക്കേടാ, ഓക്കെ. നവാബേ എന്തെല്ലാം ഹായ്. നവാബേ ഹായ്. ലൈവ് എൻഡ് ചെയ്യാൻ പോവാണ്. മലയാളിയാണേ സോറിടാ. ഓക്കെ അതൊക്കെ ഓക്കേടാ. ലൈവ് എൻഡ് ചെയ്യാൻ പോവാണ്. നവാബേ ഹായ്. നീ ഇപ്പോഴാണോ വന്നതിനെ കണ്ടില്ലല്ലോ. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലായിടത്തും ബിഗ് താങ്ക് യു. ലൈവ് എല്ലായിടത്തും കണ്ടതിന് താങ്ക് യു. ലൈവ് എൻഡ് ചെയ്യുവാണ് ചാറ്റേ.